എന്തൊക്കെ നേടണം എന്നൊരു ചിന്ത ഉണ്ടാവുക. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്നാണ് ഇതിന്റെ പേര്. ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞ സംഭവങ്ങളില്ലേ, ബയോളജിക്കലോ ഫിസിയോളജി, ഇത് കൃത്യമായി പഠിച്ചു വെച്ചേക്കണം. ഒന്നെങ്കിൽ ഓർഡർ ആക്കാൻ ചോദിക്കാറുണ്ട്, അല്ലാതെ മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സിന്റെ അങ്ങനെ ചോദിക്കാറുണ്ട്. ഹൈറാർക്കി ഓഫ് നീഡ്സിന്റെ വക്താവ് ആരാണെന്ന് ചോദിക്കാറുണ്ട്, ഓർഡർ ആക്കാൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും മൂന്നാമത്തത് ഏത് എന്ന് പോലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മൂന്നാമത്തത് ഏതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ് എന്ന് പറയുന്ന ഭാഗം, അങ്ങനെ അവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ വേണ്ടത് ബയോളജിക്കലാണ്, ഫിസിയോളജിക്കലാണ്, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നത് ഏതെന്ന് ചോദിച്ചാൽ അത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്, ആത്മസാക്ഷാത്കാരമാണ്. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രദ്ധ, നിലനിർത്തൽ, പ്രകടനം, അഭിപ്രേരണ എന്നിവയാണ് നിരീക്ഷണ പഠനത്തിന്റെ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് നിർദ്ദേശിച്ചത് ആരാണ്? 2 ക്ലൂ അതിനകത്ത് കിടപ്പുണ്ട്. 2 ക്ലൂ അതിനകത്തുണ്ട് പെട്ടെന്ന് ആൻസറിലോട്ട് എത്തിച്ചേരാൻ. ഒന്ന് ശ്രദ്ധ, നിലനിർത്തൽ, പ്രകടനം, അഭിപ്രേരണ. ഇത് പഠിച്ച ആളിന് പെട്ടെന്ന് ആൻസർ എത്താൻ പറ്റും. അതുപോലെ തന്നെ വ്യക്തമായി അവിടെ കൊടുത്തിട്ടുണ്ട് നിരീക്ഷണ പഠനത്തിന്റെ പ്രക്രിയയിൽ, നിരീക്ഷണ പഠന സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് പെട്ടെന്ന് ഓർത്തെടുത്താൽ ആൻസർ ചെയ്യാൻ പറ്റും. നിരീക്ഷണ പഠന സിദ്ധാന്തം. നമ്മൾ ഇങ്ങനെ കേട്ടോ ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക, അല്ലാണ്ട് നേരിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ പഠിച്ച കാര്യമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റണം നമുക്ക്. പേപ്പറിൽ ആൻസർ എഴുതിയെന്ന് വിചാരിക്കുകയാണ്. ആൽബർട്ട് ബന്ദൂരയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആൽബർട്ട് ബന്ദൂര പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തിയറി സാമൂഹിക പഠന സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ മനോസാമൂഹിക വികാസ സിദ്ധാന്തം, അത് രണ്ട് വേറെയാണ്. സാമൂഹിക പഠന സിദ്ധാന്തം, സോഷ്യൽ ലേണിംഗ് തിയറി, അപ്പൊ അതുമായി ബന്ധപ്പെട്ട പരീക്ഷണമുണ്ട്, ബോബോ പാവ പരീക്ഷണം. ബോബോ പാവ എന്ന് പറഞ്ഞ പാവയിലൊരു പരീക്ഷണം നടത്തി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിന് വേറെ 2 പേരുകളുണ്ട്. സാമൂഹിക പഠന സിദ്ധാന്തത്തിന് വേറെ 2 പേരുകളുണ്ട്. നിരീക്ഷണ പഠന സിദ്ധാന്തം എന്നും അനുകരണ പഠന സിദ്ധാന്തം എന്നാണ് പേര്. പേപ്പറിൽ എഴുതാൻ പറഞ്ഞത് നിങ്ങൾക്കൊന്ന് അവസാനം ഒന്ന് കൂട്ടി നോക്കാനും ഇനി ഏതൊക്കെ ഭാഗം റിവൈസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ചില ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തുണ്ടാവും, നിരീക്ഷണ പഠന സിദ്ധാന്തം എന്നൊക്കെ പേര് കാണും, അല്ലെങ്കിൽ നിരീക്ഷണം, അനുകരണം എന്നിവയിലൂടെ പഠിക്കുക എന്നൊരു ടോപ്പിക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റണം. നിരീക്ഷണം, അനുകരണം, ഈ 2 വാക്കുകൾ കണ്ടാൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. സാമൂഹിക പഠന സിദ്ധാന്തത്തിനെ പറ്റിയിട്ടാണ്. അത് ആൽബർട്ട് ബന്ദൂരയാണ്. അതിന്റെ 5 ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ മാതൃക നൽകൽ, ശ്രദ്ധ, നിലനിർത്തൽ, ചാലക പ്രകടനം, അഭിപ്രേരണ എന്നാണ്. മാതൃക നൽകൽ, ശ്രദ്ധ, നിലനിർത്തൽ, ചാലക പ്രകടനം, അഭിപ്രേരണ എന്നിവയാണ് ഈ സാമൂഹിക പഠന സിദ്ധാന്തത്തിന്റെ 5 ഘട്ടങ്ങൾ. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ശ്രദ്ധ, നിലനിർത്തൽ, പ്രകടനം, ചാലക പ്രകടനം എന്ന് പറഞ്ഞില്ല, പ്രകടനം, അഭിപ്രേരണ എന്നിങ്ങനെ കണ്ടോ. അപ്പൊ ആ ഒരു ക്ലൂവും കിട്ടും. അതുപോലെ നിരീക്ഷണ പഠന പ്രക്രിയ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ക്ലൂവും കിട്ടും. അപ്പൊ 2 ക്ലൂ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ ആൽബർട്ട് ബന്ദൂരയാണെന്ന് കണ്ടെത്താൻ പറ്റും പഠിച്ച ആളിന്. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ, വൈകാരിക ബുദ്ധിയെ പറ്റി, ഇമോഷണൽ ഇന്റലിജൻസിനെ പറ്റി വിശദമായി പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ആര്? ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരാളുടെ പേര് കൃത്യമായി ഓർത്തു വയ്ക്കണമെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡാനിയൽ ഗോൾമാൻ ആണ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് കണ്ട ഉടനെ പിന്നെ ഡാനിയൽ ഗോൾമാനെ ഓർത്തു വെച്ചോണം. പിന്നെ വേറെ ഓപ്ഷൻ ഒന്നും വായിച്ചു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. വൈകാരിക ബുദ്ധി പറയുമ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ജീവിത വിജയത്തിന് നമ്മുടെ മാർക്കുകൾ അതല്ല, അതായത് നമ്മുടെ എന്താണ് ഭൗതികമായ ബുദ്ധിയില്ലേ, നമ്മുടെ നോർമലി ബുദ്ധി എന്ന് പറയുന്ന സംഭവം, അതിനേക്കാൾ വലുത് അല്ലെങ്കിൽ അതിനേക്കാൾ എഫക്റ്റ് ഉള്ളത് വൈകാരിക ബുദ്ധിക്കാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്ന് ചോദിക്കാറുണ്ട്. അതും ഡാനിയൽ ഗോൾമാനാണ്. ഈ വൈകാരിക ബുദ്ധിനെ മുന്നോട്ട് വെക്കുന്ന ടൈപ്പിൽ എന്ത് ക്വസ്റ്റ്യൻ കണ്ടാലും അത് ഡാനിയൽ ഗോൾമാനാണ്. ഈ വൈകാരിക ബുദ്ധി പറയുന്ന സമയത്ത് ഡാനിയൽ ഗോൾമാൻ അല്ല ആദ്യമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞത്. ആദ്യമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞത് പീറ്റർ സലോയി, ജോൺ മേയർ എന്ന് പറയുന്ന 2 പേരാണ്. പീറ്റർ സലോയിയും ജോൺ മേയർ, നമ്മൾ താഴെ ഇരിക്കുന്ന 2 പേര്.
എന്നാൽ ഈ വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഭാഗത്തിന് നന്നായിട്ട് അതിനെ വർക്ക് ചെയ്യുകയും അതിൽ ധാരാളം പുസ്തകങ്ങൾ എഴുതുകയും അതിനെ വിശദീകരിക്കുകയും ജീവിത വിജയത്തിന് വൈകാരിക ബുദ്ധിയാണ് കൂടുതൽ വേണ്ടത്. നമ്മൾ സ്ട്രീറ്റ് ഇന്റലിജൻസ് എന്നൊക്കെ പറയും, അതാണ് കൂടുതൽ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായപ്പെട്ട ആളാണ് ഡാനിയൽ ഗോൾമാന്. അപ്പൊ വൈകാരിക ബുദ്ധി പറയുന്ന സമയത്ത് ഡാനിയൽ ഗോൾമാന്റെ പേര് നിർബന്ധമായും ഓർമ്മിച്ച് വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. മാനസിക വയസ്സ് 15, ശാരീരിക വയസ്സ് 10. ഒരാളിന്റെ മാനസിക വയസ്സ് 15ആണ്, ശാരീരിക വയസ്സ് 10ആണ് എങ്കിൽ അഭിനവിന്റെ ബുദ്ധിമാനം അല്ലെങ്കിൽ IQ എത്രയാണ്? ഇന്റലിജൻസ് കോഷ്യന്റ് IQ എത്രയാണ്? അഭിനവിന്റെ മാനസിക വയസ്സ് 15ഉം ശാരീരിക വയസ്സും 10ഉം ആണെങ്കിൽ അതിന്റെ ബുദ്ധിമാനം IQ എത്രയാണ്? അപ്പൊ IQ എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ IQന്റെ ഫോർമുല അറിയാമെങ്കിലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ പ്യുവർ മാത്സ് ആണത്. ചെയ്ത് നോക്കി പെട്ടെന്ന് കിട്ടും. 0 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്ന ജോലി മാത്രമേ ഉള്ളൂ. അത്ര എളുപ്പത്തിൽ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന. ഓക്കെ, നമ്മൾ പെട്ടെന്ന് പോവാണ്. IQ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആൻസർ പറയാം കേട്ടോ. IQ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം, IQ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആളാണ് വില്യം സ്റ്റേൺ. ഇന്റലിജൻസ് കോഷ്യൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം സ്റ്റേൺ ആണ്. ചോദിച്ചിട്ടുണ്ട് മുമ്പ്. IQന്റെ ഫോർമുല എപ്പോഴും ചോദിക്കാറുണ്ട്, MA ഡിവൈഡഡ് ബൈ CA ഇൻറ്റു 100 എന്നാണ്. MA ഡിവൈഡഡ് ബൈ CA ഇൻറ്റു 100. അപ്പൊ എന്താണ് ഈ MA, എന്താണ് ഈ CA? MA എന്ന് വെച്ചാൽ മെന്റൽ ഏജ് എന്ന് വിളിക്കുക. അതായത് ക്വസ്റ്റിന് പറഞ്ഞില്ലേ മാനസിക വയസ്സെന്ന് പറഞ്ഞു, അതാണ് ഈ മെന്റൽ ഏജ്. CA എന്ന് വെച്ചാൽ ക്രൊണോളജിക്കൽ ഏജ്. അതായത് നമ്മുടെ സ്വാഭാവികം ഇപ്പൊ എനിക്കിപ്പോ 25 വയസ്സായി എന്ന് പറയുന്ന സമയത്ത് അതാണ് എന്താണ് ക്രൊണോളജിക്കൽ ഏജ് എന്ന് പറയുന്ന സാധനം. മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ എന്റെ ക്രൊണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ചെയ്യുന്ന സമയത്താണ് നമുക്ക് IQ കിട്ടുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റിന് പറഞ്ഞില്ലേ, ക്വസ്റ്റിന് പറഞ്ഞ എന്താണ്? അഭിനവിന്റെ മാനസിക വയസ്സ് 15ആണ്. 15 ഡിവൈഡഡ് ബൈ ശാരീരിക വയസ്സ് 10ആണ്. അപ്പൊ 15 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100. 15 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ ആൻസർ കിട്ടും. 10 ആകുമ്പോഴത്തേക്ക് എന്നൊരു പോയിന്റ് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ ഇപ്പൊ 1.5 ഇൻറ്റു 100. പിന്നെ 100 വരുമ്പോൾ 0ന്റെ 2 പോയിന്റ് കയറ്റിയിടുമ്പോൾ 150 എന്ന ആൻസർ കിട്ടും. അപ്പൊ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? മാനസിക വയസ്സ് 15ഉം ശാരീരിക വയസ്സ് 10ഉം ആണെങ്കിൽ ബുദ്ധിമാനം എത്രയെന്ന് ചോദിച്ചാൽ ആൻസർ 150 ആണ്. ഇങ്ങനെ എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? പ്യുവർ മാത്സ് ആണ്, നമുക്ക് ക്ലാസ്സിൽ നിന്ന് ചെയ്ത് നോക്കുക, ആൻസർ കണ്ടുപിടിക്കാം. അല്ലാണ്ടൊക്കെ ചോദിക്കും കേട്ടോ. ചിലപ്പോൾ IQ തന്നിട്ട് മെന്റൽ ഏജ് കണ്ടുപിടിക്കാൻ പറയും. അതായത് IQവും മെന്റൽ ഏജും തന്നിട്ട് CA കണ്ടുപിടിക്കാൻ പറയും. മാത്സ് ആണ് എന്തായോ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 10 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അതിലൊരു 5 ക്വസ്റ്റ്യനിൽ കൂടുതലെങ്കിലും ആൻസർ കിട്ടിയത്, ശരിയായ ആൻസർ കിട്ടിയവരൊന്ന് ചെയ്യാവോ? ഒരു ഓക്കെ ഓർ എനിത്തിങ് എന്തെങ്കിലും. 5 എണ്ണത്തിൽ കൂടുതൽ ശരിയായവർ. 5 5+. ഓക്കെ, 8 9 10 പേരുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എടുക്കാണ്ട് വേറെ വേറെ എടുത്തതാണ്. നമുക്ക് സമയമില്ല, നമുക്ക് നേരത്തെ പോവാം. ഓക്കെ, 11. അലോക് എന്ന 6ാം ക്ലാസ്സുകാരൻ കഴിഞ്ഞ 1 മാസമായി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. ഇപ്പോഴും അവന് സൈക്കിൾ ഓടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇത് ഏത് പഠന വൈകല്യവുമായി ബന്ധപ്പെട്ടതാണ്? എപ്പോഴും ചോദിക്കുമേ പഠന വൈകല്യം ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്. വായനാ വൈകല്യം, ആലേഖന വൈകല്യം, നാമവൈകല്യം, പ്രയോഗ വൈകല്യം. നിങ്ങൾ എന്തെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് കോമൺ സെൻസ് ഉപയോഗിച്ച് തന്നെ ആൻസർ ചെയ്യണം. അല്ലാതെ ഞാൻ ഈ പോർഷൻ പഠിച്ചില്ല അപ്പൊ എനിക്കിത് അറിയത്തില്ല എന്ന് പറഞ്ഞ് ആൻസർ ചെയ്യാതിരിക്കരുത്. കോമൺ സെൻസ് പ്രയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കോമൺ സെൻസ് പ്രയോഗിക്കണം. അല്ലാത്ത സ്ഥലങ്ങളിൽ കണ്ണും പൂട്ടി മറ്റേ എങ്കി പോങ്കി പറഞ്ഞ് ഒരു ആൻസർ കൃത്യമായിട്ട് എഴുതിയെങ്കിലും വേണം. ഓക്കെ, സമയമില്ല, നമ്മൾ പോവാണ്. 11 ആൻസർ എന്താണ്? പ്രയോഗ വൈകല്യം അഥവാ ഡിസ്പ്രാക്സിയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കണ്ടേ. ഡിസ്ലെക്സിയ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല,
ഒരു എന്താണ് വാക്കുകൾ, സിമ്പിൾ വാക്കുകൾ സ്പെല്ലിംഗ് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒരുമിച്ച് ഉറക്കെ വായിക്കാൻ പറയുമ്പോൾ അതിനൊരു റിലക്റ്റൻസ്, അതിനൊരു മടി കാണിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപോലെയുള്ള അക്ഷരങ്ങൾ പരസ്പരം കൺഫ്യൂസ് ചെയ്യുക, പിയും ക്യൂവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വായിക്കും, ബിയും ഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെ അങ്ങനെ വായിക്കുന്ന കാര്യത്തിൽ. അതുപോലെ ചില വാക്കുകൾ വായിക്കുന്ന സമയത്ത് സൗണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിപ്പോ, ഇപ്പൊ അനിമൽ എന്ന് വായിക്കുന്ന പോലെ അമിനൽ എന്ന് വായിക്കാം, കണ്ടോ, എമ്മും എന്നിന്റെ സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് വിളിക്കുന്നത്. ഡിസ്ലെക്സിയ. പിന്നെ ഡിസ്ഗ്രാഫിയ ഉണ്ട്. ഗ്രാഫ് എന്ന് വെച്ചാൽ എഴുതുക എന്നല്ലേ, ഇപ്പം ഗ്രാഫ് വരയ്ക്കല്ലേ ചെയ്യുന്നത്, നമ്മൾ എഴുതുക എന്ന അർത്ഥത്തിൽ. അവിടെ അല്ല എഴുതാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ എഴുതുന്ന മാക്സിമം ഒഴിവാക്കാൻ അവർ ശ്രമിക്കും. ഇങ്ങനെ എനിക്ക് എഴുതാൻ വയ്യ, അല്ലെങ്കിൽ എഴുതുമ്പോൾ ഭയങ്കര ടയേർഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്താണ് കറക്റ്റ് പറയുന്ന കാര്യങ്ങളൊന്നും ബുക്കിൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റാതിരിക്കുക, പെൻസിൽ ഗ്രിപ്പ് ഇല്ലാതിരിക്കുക, വേർഡ്സ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ എഴുത്തുമായി ബന്ധപ്പെട്ട പഠന വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ. വായനയുമായി ബന്ധപ്പെട്ട് ഡിസ്ലെക്സിയ, എഴുത്തുമായി ബന്ധപ്പെട്ട് ഡിസ്ഗ്രാഫിയ. പിന്നെ നമ്മളെ ഓപ്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്നോമിയാണ്. ഡിസ്നോമിയ എന്ന് വെച്ചാല് നമുക്ക് നൈമുകൾ, നോമിയൻസ് ആ വാക്കിൽ തന്നെ കിട്ടില്ല, നൈമുകൾ, പേരുകൾ കിട്ടാതിരിക്കുക. എന്ത് ഓർക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് പേരുകൾ കിട്ടാതിരിക്കുക. ഇത് നമുക്ക് സാധാരണ സംഭവിക്കാറുണ്ട്, നമുക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അത് കിട്ടാറില്ല, എന്നാൽ പിന്നീട് കിട്ടാറുണ്ട്. അങ്ങനെയല്ല, കുട്ടികൾക്ക് സ്ഥിരമായി നമ്മൾ എന്താലോചിച്ചാലും പെട്ടെന്ന് ഒന്നിന്റെ പേര് കിട്ടാതിരിക്കുക, സാധനങ്ങളുടെയോ എന്തെങ്കിലും. പിന്നെ അങ്ങനെ പഠനത്തിൽ ഭയങ്കര പ്രശ്നം വരും. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഡിസ്നോമിയ എന്ന് വിളിക്കും. ഓക്കെ. പിന്നെ നമ്മളിപ്പോ ക്വസ്റ്റ്യൻ ചോദിച്ച ഡിസ്പ്രാക്സിയാണ്. ഡിസ്പ്രാക്സിയ എന്ന് വെച്ചാൽ നമുക്കൊരു എന്താണ് നമ്മുടെ ബ്രെയിനും നമ്മുടെ ശരീരവുമായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത അവസ്ഥ. കാര്യങ്ങളുണ്ട്, സയൻസ് ഉണ്ടാവും. ഒന്ന് ക്ലംസി ആയിട്ടിരിക്കുക, അതുപോലെ ബാലൻസ് കുറവായിരിക്കുക, അതുപോലെ പുവർ പോസ്റ്റർ കറക്റ്റ് ആവാതിരിക്കുക, ദെൻ ഹാൻഡ് ഐ കോർഡിനേഷൻ കറക്റ്റ് ആവാതിരിക്കുക, ഹാൻഡ് റൈറ്റിംഗ് മോശമാവുക, പെർസെപ്ഷൻ കാര്യത്തിന് ഇങ്ങനെ നോക്കി കാണുന്നതിലുള്ള വിഷനിൽ വ്യത്യാസം വരിക, ഫെറ്റീഗ് എപ്പോഴും തളർച്ച, അതിൽ സംസാരിക്കുമ്പോൾ ഒരു ഡിഫിക്കൽട്ടീസ്, ഡിസ്ഓർഗനൈസ് ആയിരിക്കുക, സെൽഫ് എസ്റ്റീം കുറവായിരിക്കും. അതായത് എന്റെ കഴിവിനെ പറ്റി എനിക്കൊരു ബോധം ഇല്ലാത്തൊരവസ്ഥ. ഇതൊക്കെ നമ്മുടെ ഡിസ്പ്രാക്സിയയുടെ സയൻസ് ആണ്. ഇതല്ലാണ്ട് ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി നമുക്ക് ഗൂഗിളിൽ ഒക്കെ കാണാൻ പറ്റും, പുതിയ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് വരുവാണല്ലോ. അപ്പൊ നമ്മൾ ഡിസ്ലെക്സിയ പറഞ്ഞു. ഡിസ്കാൽക്കുലിയ ഉണ്ട്. കാൽക്കുലേറ്റർ അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചാൽ മതി. കാൽക്കുലേറ്റ് ചെയ്യുക, മാത്സുമായി ബന്ധപ്പെട്ട ഡിഫിക്കൽറ്റി വിത്ത് മാത്സ് ആണ്. ഡിസ്ഗ്രാഫിയ പറഞ്ഞു റൈറ്റിംഗ് ആണ്. ഡിസ്പ്രാക്സിയ പറഞ്ഞു മോട്ടോർ സ്കിൽസ്, ഫൈൻ മോട്ടോർ സ്കിൽസ്. മോട്ടോർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പ്രവർത്തിക്കുന്നതിലൊക്കെ പ്രശ്നം വരും. ഒരു കാര്യം ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാനൊക്കെ പറ്റാതിരിക്കുക, വണ്ടി ഓടിക്കാൻ പറ്റാതിരിക്കുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ മൊത്തത്തിൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഡിഫിക്കൽറ്റി ഡിസ്ഫാസിയ എന്നൊക്കെ പറയാം. അതിൽ നിന്നും ക്വസ്റ്റ്യൻ അങ്ങനെ വന്ന് കാണാറില്ല. പിന്നെ ഉള്ളത് ADHD. ഇപ്പം ഒത്തിരി വാർത്തയിലൊക്കെ വന്ന ടേം ആയതുകൊണ്ടാണ് ഞാൻ ADHD കൂടെ ചേർത്തത്. അതിന്റെ ഡെഫിനിഷൻ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഹൈപ്പർ ഡിസോർഡർ എന്നാണ് വിളിക്കുക. ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ഡിസോർഡർ, അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി അതൊന്നും വേണ്ട. അപ്പൊ ആ ലേണിംഗ് എന്താണ് ഡിഫിക്കൽട്ടീസ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. എന്തുമായി ബന്ധപ്പെട്ടതെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. 12, പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടവുമായി ബന്ധപ്പെടുത്തി കുട്ടി വസ്തുസ്ഥിരത ഒബ്ജക്റ്റ് പെർമനൻസ് കൈവരിക്കുന്ന ഘട്ടമേത്? ഈ ഘട്ടസിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ ആ 4 ഘട്ടവും 4 ഘട്ടത്തിലെയും പ്രധാനപ്പെട്ട വാക്കുകൾ, ചില വാക്കുകളെങ്കിലും ആക്ഷൻ വേർഡ്സ് എങ്കിലും ഓർത്ത് വെച്ചാലേ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ചില ഭാഗങ്ങൾക്ക്, തിയറി ഭാഗങ്ങളൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാണാതെ പഠിക്കുക അല്ലാതെ വേറെ ഒരു എന്താണ് മാർഗവും ഇല്ല. പേപ്പർ ആൻസർ ചെയ്യണേ. ഓക്കെ. ഇന്ദ്രിയ ചാലക ഘട്ടത്തിലാണ്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തൊന്നുമില്ല, എനിക്കറിയാം. അപ്പം ഞാൻ ഓരോ ഘട്ടത്തിലെയും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ, ടോപ്പിക്കുകൾ ഇങ്ങനെ പറയും. ഇതെങ്കിലും നിങ്ങൾ പഠിക്കണം. ഇത് ഉറപ്പായിട്ടും പഠിക്കണം. മറ്റ് പഠിക്കേണ്ടതല്ല, അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി വായിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, മിനിമം ഇതെങ്കിലും പഠിക്കണം. ഇന്ദ്രിയജാല ഘട്ടം വരുമ്പോൾ 2 വയസ്സ് വരെയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. അതുപോലെ ഈ ഒബ്ജക്റ്റീവ് പെർമനൻസ് വരുന്ന സമയം ഇതാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി പ്രാഗ് മനോവ്യാപാര ഘട്ടം വരുമ്പോൾ 2 മുതൽ 7 വയസ്സ് വരെയാണെന്ന് ഓർത്ത് വെച്ചാൽ ഏജ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ സിംബോളിക് ആക്ടിവിറ്റീസ് വരുന്നത്, ഈഗോ സെൻട്രിസം വരുന്നത്, പെർസെപ്ഷൻ,
കോൺസെൻട്രേഷൻ, ഇറിവേഴ്സിബിലിറ്റി. ഈ വാക്കുകളൊക്കെ കണ്ടാൽ അത് പ്രാഗ് മനോവ്യാപാര ഘട്ടവുമായി ബന്ധപ്പെട്ടതായിരിക്കും. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. അതിൽ സിംബോളിക് ആക്ടിവിറ്റി, ഈഗോസെൻട്രിസം, പെർസെപ്ഷൻ, കോൺസെൻട്രേഷൻ, ഇറിവേഴ്സിബിലിറ്റി. ഇത് പറയുമ്പോൾ എന്താണെന്നൊക്കെ വിശദീകരിക്കാൻ നിന്ന് ആ തിയറി മൊത്തം ഞാൻ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പോയിന്റുകൾ എന്ത് ചെയ്യുക, ഈ പോയിന്റുകൾ കണ്ടാൽ അത് പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലതാണെന്ന് ഓർക്കാം. ഇനി മൂർത്ത മനോവ്യാപാര ഘട്ടം വരുമ്പോൾ 7 മുതൽ 11 വയസ്സ് വരെയാണ്. ഇവിടെ കണ്ടോ റിവേഴ്സിബിലിറ്റി, അതിന് മുമ്പത്തെ കണ്ടോ ലാസ്റ്റ് ഇറിവേഴ്സിബിലിറ്റി ആണ്. ഇത് രണ്ടും വെച്ച് ക്വസ്റ്റ്യൻ വരാറുണ്ട്. മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് റിവേഴ്സിബിലിറ്റി ഉള്ളത്. അതിലെ കൺസർവേഷൻ ഓഫ് നമ്പർ, കൺസർവേഷൻ ഓഫ് വോളിയം, കൺസർവേഷൻ ഓഫ് മാസ്, ഇത് കാണുവാണെങ്കിൽ മൂർത്ത മനോവ്യാപാര ഘട്ടവുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതിൽ സീരിയേഷൻ, ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ കാണുവാണെങ്കിലും അത് മൂർത്ത മനോവ്യാപാര ഘട്ടമായിട്ട് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നൊക്കെ വിളിക്കും. അതും ഓർത്ത് വെച്ചേക്കുക. ഇനി അവസാനത്തത് ഔപചാരിക മനോവ്യാപാര ഘട്ടം. അത് 11 വയസ്സ് മുതലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അമൂർത്ത ചിന്ത വരുന്ന ഘട്ടം ഇതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അമൂർത്ത ചിന്ത, അത് മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടേ. അമൂർത്ത ചിന്ത ഇപ്പൊ നേരത്തെ ചോദിച്ചതുപോലെ അമൂർത്ത ചിന്ത ഏതിലാണ് വരുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോർമൽ സ്റ്റേജ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അതിനകത്ത് ഓപ്ഷനിൽ ഈ മൂർത്ത മനോവ്യാപാര ഘട്ടം, അവിടെ കണ്ട മൂർത്തയും അമൂർത്തയും രണ്ടാണ്. മൂർത്ത എന്ന് വെച്ചാല് നമുക്ക് കാണാനും തൊടാനൊക്കെ പറ്റുന്ന സാധനങ്ങളാണ് മൂർത്ത. എന്നാൽ നമ്മളിപ്പോ പറയാണ് 8+5 എന്ന് പറയുമ്പോൾ പ്ലസ് എന്ന് പറയുന്ന സാധനം നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ആണ്. 8നെയും 5നെയും കൂട്ടുക എന്നതിന് പകരം നമ്മൾ പ്ലസ് എന്ന് പറയുന്ന സൈൻ ഇടുക. അത് നമുക്ക് ഒന്നാം ക്ലാസ്സിലെ പോട്ടെ, LKG കുട്ടികളോട് പറഞ്ഞാൽ അത് മനസ്സിലാവത്തൊന്നുമില്ല അവർക്ക്. അവർ ചിലപ്പോൾ പഠിക്കുമായിരിക്കും, പക്ഷെ അവർക്ക് എന്താണെന്ന് മനസ്സിലാവത്തൊന്നുമില്ല. എന്നാൽ ആ ഒരു ഏജ് 11 വയസ്സ് കഴിഞ്ഞാലാണ് ഈ കാര്യങ്ങളെ, അതായത് സിമ്പിൾസ്, നമ്മുടെ ഇന്റിജേഴ്സ് ഒക്കെ പഠിപ്പിക്കുക, നമ്മൾ X+Y എന്നൊക്കെ പറഞ്ഞ ആ സാധനമൊക്കെ പഠിപ്പിക്കത്തില്ലേ, അതൊക്കെ മനസ്സിലാവണമെങ്കിൽ 11 വയസ്സ് കഴിയണം. അതിനെ നമ്മൾ അമൂർത്ത ചിന്ത എന്ന് വിളിക്കാം. അമൂർത്ത ചിന്ത വരുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിലാണ്. ചോദിക്കുമേ, പിയാഷയുടേതാണ് ഈ ഘട്ട സിദ്ധാന്തം, അതും ചോദിച്ചു കാണാറുണ്ട്. 13, സ്മിത സാമൂഹ്യ ശാസ്ത്രത്തിലെ ഓരോ യൂണിറ്റും വളരെ പെട്ടെന്ന് പഠിക്കുന്നു, എന്നാൽ അതേ യൂണിറ്റുകൾ പഠിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു. ഇത് വികാസവുമായി ബന്ധപ്പെട്ട ഏത് തത്വത്തെ സൂചിപ്പിക്കും? അവിടെ വേറൊരു പേരുണ്ട്. സ്മിത എന്ത് ചെയ്യുന്നു? സോഷ്യൽ സയൻസിലെ ഓരോ യൂണിറ്റും വളരെ പെട്ടെന്ന് പഠിക്കുന്നുണ്ട്, എന്നാൽ വേറൊരാള് ആ യൂണിറ്റുകൾ പഠിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു. ഇത് വികാസവുമായി ബന്ധപ്പെട്ട ഏത് തത്വത്തെ സൂചിപ്പിക്കുന്നു? വികാസ തത്വങ്ങൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഉറപ്പായിട്ട് അത് പഠിച്ചിട്ടേ പോകാവൂ. ഒരാൾക്ക് ഭയങ്കര എളുപ്പത്തിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്, മറ്റൊരാളിന് അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല, ഒത്തിരി സമയം എടുത്താണ് പഠിക്കുന്നത്. സിമ്പിൾ ആണ്. വ്യക്തി വ്യത്യാസങ്ങൾ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. അപ്പൊ എന്താണ് ഈ വികാസ തത്വങ്ങൾ എന്ന് വെച്ചാൽ, വികാസവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക തത്വങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേക ചില വികാസം സംഭവിക്കുന്നത് ഇങ്ങനെയാണെന്ന് ഓൾറെഡി ഇതിനുമായി ബന്ധപ്പെട്ട ആൾക്കാർ പഠിച്ചെഴുതി വെച്ചിട്ടുണ്ട്. അതാണ് വികാസ തത്വങ്ങൾ. ആ ഒരു 11 ഉണ്ട്. 1, വികാസം അനുസ്യൂതമാണ്, ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആണ്. 2, വികാസം ഗതി നിയമം പാലിക്കുന്നു, ഡെവലപ്മെന്റ് ഡയറക്ഷണൽ ആണ്. 3, വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്, ഡെവലപ്മെന്റ് ക്യുമുലേറ്റീവ് ആണ്. 4, വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു, ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഇതിനെ തിരിച്ചിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു, ഡെവലപ്മെന്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. 6, വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു, ഡെവലപ്മെന്റ് ഈസ് ദ സം ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. 7, വികാസക്രമം രേഖീയമല്ല, മറിച്ച് ചാക്രികമാണ്. ഈ സെയിം സെന്റൻസ് എടുത്തിട്ട് കഴിഞ്ഞ എക്സാമിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെവലപ്മെന്റ് ഈസ് ഇന്റർ റിലേറ്റഡ്. വികാസം പ്രവചനീയമാണ്, ഡെവലപ്മെന്റ് ഈസ് പ്രെഡിക്റ്റബിൾ. വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. 11, വികാസത്തിൽ ചില നിർണായക ഘട്ടങ്ങളുണ്ട്, ഡെവലപ്മെന്റ് ഹാസ് സം ഡിറ്റർമിനന്റ് സ്റ്റേജസ് എന്നുള്ളത്. ഈ 11 കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ആ 10ാമത്തെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഓരോന്നിടത്തും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നിർബന്ധമായും വികാസ തത്വങ്ങൾ പഠിച്ചിരിക്കണം, ക്ലിയർ ആയി പഠിച്ചിരിക്കണം. കാണാതെ ഒന്നും പഠിക്കേണ്ട, ക്ലിയർ ആയി പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സർഗാത്മകത, ക്രിയേറ്റിവിറ്റി സാധാരണയായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചുവടെ കൊടുത്തിരിക്കുന്ന വഴിയിൽ ഏതുമായിട്ടാണ്?
ആ 4 ഓപ്ഷനിൽ ഏതുമായിട്ടാണ് ക്രിയേറ്റിവിറ്റിക്ക് കൂടുതൽ ബന്ധമുള്ളത് എന്നാണ്. ഇത് എന്താണ് തിയറി ആണോ? ഇത് തിയറി ആണ്. പക്ഷെ അല്ലേന്ന് ചോദിച്ചാൽ അല്ല. കോമൺ സെൻസ് വെച്ച് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. പേപ്പറിൽ ആൻസർ ചെയ്തിട്ട് വേണം ഇവിടെ ഒന്ന് ഓടി ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ. വിവ്രചന ചിന്ത അല്ലെങ്കിൽ ഡൈവേർജന്റ് തിങ്കിങ്. ഒരു കാര്യത്തിനെ പറ്റിയിട്ട് പല രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നതിന് നമ്മൾ വിവ്രചന ചിന്ത, ഡൈവേർജ് ആയിട്ട് ചിന്തിക്കാൻ പറ്റും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സംവ്രജന ചിന്ത, കൺവേർജന്റ് തിങ്കിങ് എന്നുള്ളത്. ഓക്കെ. അപ്പൊ അത് ക്രിയേറ്റിവിറ്റി, ഒരാൾ ക്രിയേറ്റീവ് ആവണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് മറ്റുള്ളവർ ചിന്തിക്കാത്ത പോലെ ചിന്തിക്കണം. അത്രേ ഉള്ളൂ. കോമൺ സെൻസ് ആണത്. ഇതിൽ സർഗാത്മകത വെച്ചിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സർഗാത്മകതയുടെ 5 അടിസ്ഥാന ഘടകങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് തിയറി ആണോ എന്ന് ചോദിച്ചാൽ തിയറിയാണ്. എന്തുകൊണ്ടാണ്? കാരണം സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. വാചാലത, വിവ്രജിത ചിന്തനം, പ്രശ്നപരിഹരണ ശേഷി, ഉൾക്കാഴ്ച, മൗലികത. ഇതാണ് 5 അപ്പൊ അത് പഠിക്കാൻ നമ്മൾ ക്ലാസ്സിൽ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാവി മൗലികമായ പ്രശ്നത്തെ ഉൾക്കാഴ്ചയോടെ പരിഹരിച്ചു എന്നുള്ളത്. ഭാവി മൗലികമായ പ്രശ്നത്തെ ഉൾക്കാഴ്ചയോടെ പരിഹരിച്ചു. ഭാവി എന്ന് വെച്ചാൽ വാചാലതയും വിവ്രജിത ചിന്തനവും. അത് മൗലികമായ പ്രശ്നം. അപ്പൊ മൗലികത, പ്രശ്നം വന്നപ്പോ പ്രശ്ന പരിഹരണ ശേഷി, ഉൾക്കാഴ്ചയോടെ. അപ്പൊ എന്താണ് ഉൾക്കാഴ്ച? അപ്പൊ ഈ 5 ഘടകങ്ങൾ പഠിക്കുന്ന ആളിന് സ്വാഭാവികമായിട്ട് ഈ ആൻസർ എന്ത് ചെയ്യും? അതിന് തൊട്ടുമുമ്പുള്ള ആൻസർ കൃത്യമായിട്ട് കിട്ടും. കാരണം 5 ഈ വിവ്രചന ചിന്ത മാത്രമേ ഓപ്ഷനിലുള്ളൂ. എന്നാൽ ഇതൊന്നും പഠിക്കാത്ത ആളിന് വളരെ നോർമൽ ആയിട്ട് കോമൺ സെൻസ് വെച്ച് ഇത് ആൻസർ ചെയ്യാം. ഓക്കെ. 15 ബഹുവികൽപ്പ ചോദ്യങ്ങളിലൂടെ എന്നുവെച്ചാൽ വേറൊന്നുമല്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലൂടെ വിലയിരുത്തപ്പെടുന്ന കുട്ടിയുടെ കഴിവ് എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്ന സമയത്ത് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അതിലൊന്നാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഇടുന്നത് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ കുട്ടിയുടെ എന്ത് കഴിവാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ. 5 സെക്കൻഡായി. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ക്വസ്റ്റ്യൻ ഇടും, എന്നിട്ട് എന്ത് ചെയ്യും? 3-4 ഓപ്ഷൻ ഇടും. അതിൽ നിന്ന് കുട്ടി ഒരെണ്ണം തിരഞ്ഞെടുത്താൽ മതി. അപ്പൊ ശരിയായ ഉത്തരം തിരിച്ചറിയാൻ, ഈ 4 ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ് നമ്മളവിടെ പരിശോധിക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇടുന്നത്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ ഷോർട്ട് ആൻസർ ഉണ്ട്, ലോങ് ആൻസർ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ. അടുത്ത 16 6-ാം ക്ലാസ്സുകാരിയായ അഞ്ജന ഗണിത പഠനത്തിൽ വളരെ പിന്നിലാണ്. അധ്യാപിക അവൾ ഗണിത പഠനത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾ വിശകലനം ചെയ്യാൻ തീരുമാനിച്ചു. ഇതിന് അധ്യാപികയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ഏതാണ്? പ്രശ്നം എന്താണെന്ന് അറിയാൻ ഒരു ടെസ്റ്റ് നടത്തുവാണ്. അപ്പൊ ഏത് ടെസ്റ്റ് ആയിരിക്കും അതെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ഒരു ട്രിക്ക് അറിയാവുന്നവർക്ക് വളരെ സിമ്പിൾ ആണ്. അല്ലെങ്കിൽ ഈ 4 ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ആൻസർ കിട്ടുള്ളൂ. മെസ്സേജ് ഇടുന്ന കൂടെ എഴുതാൻ കൂടെ വേണേ? പേപ്പറിൽ എഴുതിയും കൂടെ വെക്കണേ? ഓക്കെ. സ്പീഡിൽ പോകാൻ നമുക്ക് ക്വസ്റ്റ്യൻ തീർക്കാനാണേ. നിദാന ശോധകം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് വേറൊന്നല്ല. ഗണിത പഠനത്തിൽ ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്താൻ പോവാണ് നമ്മള്. ഡോക്ടേഴ്സ് അല്ലേ എങ്ങനെ രോഗങ്ങൾ കണ്ടെത്തുന്നത്? അപ്പോൾ കണ്ടെത്തുന്ന ആൾക്കാരെ നമ്മൾ എന്താ ഡയഗ്നോസ്റ്റീഷ്യൻ, ഡോക്ടർ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. 17 ഗ്രേഡിംഗ് എന്ന വാക്കുണ്ടായത് ഗ്രേഡസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം എന്താ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസർ അറിയാമെങ്കിൽ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇങ്കി പൊങ്കി വെച്ചിട്ടൊരു ആൻസർ എഴുതാം. ഗ്രേഡിംഗ്, ഗ്രേഡസ്. അതിന് അല്ലാണ്ട് തിരിച്ചും ചോദിക്കാം കേട്ടോ. ഗ്രേഡിംഗ് എന്ന വാക്കുണ്ടായത് ഏത് ഗ്രീക്ക് വാക്കിൽ നിന്നാണ്? ഗ്രേഡസ് എന്ന വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഓക്കെ. അതിന്റെ അർത്ഥം വെച്ചാൽ പടി എന്നാണ്. പടി.
അത് GK പോലെയാണ്, നമുക്ക് പഠിച്ചു വെച്ചാലേ പറ്റൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗ്രേഡിംഗ് എന്ന വാക്കുണ്ടായത് ഗ്രേഡസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ആ വാക്കിന്റെ അർത്ഥം പടി എന്നാണ്. നമ്മൾ ഗ്രേഡിംഗ് എന്നൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് വിജയം എന്നൊക്കെ അല്ലെങ്കിൽ അളക്കുക ഒക്കെ എഴുതാൻ ഓപ്ഷൻ ഇട്ടാണ്, നല്ല ആലോചിച്ചൊക്കെ ഓപ്ഷൻ ഇട്ടതാണ്. 4 നമുക്ക് ശരിയാണെന്ന് തോന്നും, പക്ഷെ പടി എന്നാണ്. 18 ക്ലാസിക്കൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ട പഠനങ്ങളതാണ്. പഠനങ്ങൾ നടത്തിയിട്ടുള്ള മനഃശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന റഷ്യൻ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ഇവിടെ ആരെയാണ് സൂചിപ്പിച്ചത്? ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് ആൻസർ കിട്ടണം. അതിൽ പിന്നെ ബാക്കി ക്വസ്റ്റ്യൻ റഷ്യൻ ശാസ്ത്രജ്ഞനാണോ അമേരിക്കൻ ആണോ വേറെ എവിടെയെങ്കിലും ഉള്ള ആളാണെന്നൊന്നും നമ്മൾ ആലോചിക്കണ്ട. ക്ലാസിക്കൽ കണ്ടീഷനിങ് കിട്ടുക അപ്പോഴേ ആൻസർ കിട്ടണം കയ്യില്. തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അവിടെ വേറെ ഒരു ആലോചനയില്ല. ക്ലാസിക്കൽ കണ്ടീഷനിങ് കിട്ടിയാൽ ഉടനെ പാവ്ലോവ്. കാരണം ആ തിയറി പഠിച്ചെന്താണ്? ബിഹേവിയറിസം പറഞ്ഞപ്പോൾ ബിഹേവിയറിസത്തിന്റെ താഴെ 3 തിയറീസ് ഉണ്ടെന്ന് പഠിച്ചു. 1 തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവ്, 2 തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ് സ്കിന്നർ, തിയറി ഓഫ് ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത് തോണ്ടേക്ക്. ഇവർ 3 പേരും ബിഹേവിയറിസത്തിന്റെ ആൾക്കാരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരുടെ 3 പേരുടെ തിയറിയുടെ പേരും പഠിച്ചിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻ എന്താണെന്നൊക്കെ അവർ വെറുതെ ക്വസ്റ്റ്യൻ ഇട്ടതാണ്, നിങ്ങൾ അതൊന്നും നോക്കണ്ട, കറക്റ്റ് ആൻസർ എഴുതാം. 19 പ്രത്യേക ചിന്താ നൈപുണികൾ പ്രയോജനപ്പെടുത്തി ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിനെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. ചില പ്രത്യേക രീതി നമ്മൾ ആലോചിച്ച് ശരിയായ നിഗമനത്തിൽ എത്തിച്ചേരുന്നതിനെ ഇങ്ങനെ വിളിക്കും. എന്ത് പേരെന്ന് വിളിക്കും? വിവ്രജന ചിന്ത, ഡൈവേർജന്റ് തിങ്കിങ് എന്നാണോ? സംവ്രജന ചിന്ത, കൺവേർജന്റ് തിങ്കിങ് എന്നാണോ? വിമർശനാത്മക ചിന്ത, ക്രിട്ടിക്കൽ തിങ്കിങ് എന്നാണോ? ക്രിയാത്മക ചിന്ത, ക്രിയേറ്റീവ് തിങ്കിങ് എന്നാണോ? ഇത് കുറച്ച് ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡി ഒത്തിരി പേര് പറഞ്ഞു. ക്രിയാത്മക ചിന്ത എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ആയിരിക്കുക എന്നുള്ളത് എപ്പോഴും എന്ത് ചെയ്യാം, ശരിയായ പ്രത്യേക ചിന്ത, അത് പ്രത്യേക വഴി കൂടെ സഞ്ചരിക്കുന്നതിനല്ല നമ്മൾ ക്രിയേറ്റീവ് എന്ന് വിളിക്കാം. ആരും സഞ്ചരിക്കാത്ത വഴി കൂടെ സഞ്ചരിക്കുന്നതിലല്ലേ ഒരു ത്രില്ലുള്ളൂ, ഒരു രസമുള്ളൂ. അപ്പൊ അത് ക്രിയേറ്റീവ് അല്ല. എല്ലാരും ഒരു കറക്റ്റ് ഒരു വഴി കൂടെ പോവുക എന്നുള്ളത് ക്രിയേറ്റീവ് അല്ല. അങ്ങനെ ആലോചിച്ചാലേ എന്റെ ആൻസർ കിട്ടുള്ളൂ കേട്ടോ. ഇത് വിമർശനാത്മക ചിന്തയാണ്, ക്രിട്ടിക്കൽ തിങ്കിങ് എന്നാണ്. 20 വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെടുത്തി വികാസത്തിൽ ഒരു സമീപസ്ഥ വികാസ മേഖല, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഉണ്ടെന്ന് നിർദ്ദേശിച്ചത് ആര്? ZBD കണ്ട ഉടനെ ആരെ പേരിൽ കുത്തണം നമ്മള്? അതെ, ഇതല്ലാണ്ട് വേറെ ഒന്നും ആലോചിക്കാനൊന്നും നമുക്ക് സമയമില്ല. സമീപസ്ഥ വികാസ മേഖല, ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, അപ്പോഴേ കുത്തിക്കോണം വൈഗോട്സ്കി ആണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിസത്തിന്റെ കീഴിൽ വരുവാണ്. ZPD കുട്ടിക്ക് എത്തണമെങ്കിൽ സ്റ്റെപ്പ് ഹോൾഡിംഗ് വേണം. ഓക്കെ, ഈ ക്വസ്റ്റ്യന് കുറച്ച് റെയർ ആയി കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. മുമ്പൊന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. ഇത് ചോദിച്ചതിന് ശേഷം പിന്നെയും ചോദിച്ചിട്ടില്ല. പ്രതിഭാധരരായ കുട്ടികളെ പറ്റി പഠനം നടത്തുന്നതിന് മുൻകൈ എടുത്തത് ആരാണ്? പ്രതിഭാധരനായ കുട്ടികൾ, അതായത് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ പറ്റിയിട്ട് പഠിച്ച ഒരു പ്രധാനപ്പെട്ട ഒരാൾ ആരാണ്? നമ്മൾ തീരെ പരിചയം ഇല്ലാത്ത ആളാണ് നമുക്ക്. ഓക്കെ, ടെർമാൻ ആണ്. ടെർമാന്റെ കാര്യം, ലൂയിസ് ടെർമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് വിളിക്കുന്ന തന്നെ ഫാദർ ഓഫ് ഗിഫ്റ്റഡ്നെസ് എന്നാണ്. ഓക്കെ, ഫാദർ ഓഫ് ഗിഫ്റ്റഡ്നെസ്. കാരണം അദ്ദേഹം എന്ത് പറ്റിയിട്ട് ധാരാളമായിട്ട് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റഡിയെ വിളിക്കുന്ന പേര് ടെർമൈറ്റ് സ്റ്റഡി. ടെർമൈറ്റ് നിങ്ങൾ ഈ മറ്റേ പരസ്യത്തിലൊക്കെ കണ്ടിട്ടില്ലേ? ടെർമൈറ്റ്സ് നമ്മുടെ ഈ തടിയിലൊക്കെ ഇങ്ങനെ കയറുന്ന ജീവികളല്ലേ, തടീനെയൊക്കെ നശിപ്പിക്കുന്ന ജീവി, ടെർമൈറ്റ്. ആ ടെർമൈറ്റ് സ്റ്റഡി എന്നാണ് ഇദ്ദേഹത്തിന്റെ പഠനത്തിന് തന്നെ വിളിക്കുന്നത്. അതായത് 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ തുടക്ക സമയത്ത് അദ്ദേഹം കുറെ ചൈൽഡ് ജീനിയസ്, അത് നല്ല ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവരെ അഡൽട്ട്ഹുഡ് വരെ, അതായത് അവർ വളർന്നു വലുതാവുന്നത് വരെ അവരെ പറ്റി പഠിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് എഴുതി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അതായത് അദ്ദേഹത്തിന് മനസ്സിലായി ഈ കുട്ടിക്കാലത്ത് തന്നെ നല്ല കഴിവ് കാണിക്കുന്ന ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ഇല്ല, അവരാണ് പിന്നെ ഈ നോബൽ ലോറേറ്റ്സും സിഇഒമാരും സ്റ്റേറ്റിന്റെ ഹെഡൊക്കെ ആയി മാറുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ കുട്ടികളെ അദ്ദേഹം വിളിച്ച പേരാണ് ടെർമൈറ്റ്സ്. ടെർമൈറ്റ്സ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അതിന്റെ പഠനം നടത്തിയത്. അവർ കുട്ടിയായിരിക്കുന്ന സമയം മുതൽ ഒരു നിശ്ചിത പ്രായം എത്തുന്നത് വരെ, വലുതാവുന്നത് വരെ അദ്ദേഹം അവരിൽ പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാല്, ടെർമൻ ബിലീവ് ദാറ്റ് ഹെറിഡിറ്റി നോട്ട് എൻവയോൺമെന്റ് ഓർ അതർ ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ഹൈ ഇന്റലിജൻസ്. ഈ തിയറിയെ നമ്മളിപ്പോ അംഗീകരിക്കുന്നില്ല. ഹെറിഡിറ്റി ആണ്
ഈ അവരുടെ ഗിഫ്റ്റഡ്നെസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. അതായത് നല്ല ഹെറിഡിറ്റി ഉള്ള ആൾക്കാർക്ക്, നല്ല പാരമ്പര്യമുള്ള ആൾക്കാരാണ് പിന്നെ എന്ത് ചെയ്യുക, ഗിഫ്റ്റഡ് സ്റ്റുഡന്റ് ആയിട്ട് മാറുന്നതും അവർ വീണ്ടും ജീവിതത്തിൽ നിലവാരം ഉയർത്തുന്നതും ജീവിതത്തിൽ വിജയം നേടുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോ അത് ശരിക്കും അംഗീകരിക്കുന്നില്ല. ഒരാളുടെ ഹെറിഡിറ്റി എങ്ങനെ തന്നെ ആയാലും അവന്റെ ചുറ്റുമുള്ള അവന്റെ എൻവയോൺമെന്റിനനുസരിച്ചാണ് അവന്റെ മാറ്റം വരുന്നത് എന്നാണ് നമ്മളിപ്പോ വിശ്വസിക്കുന്നത്. ഇത് പഴയ തിയറിയാണ്, ലൂയിസ് ടെർമാന്റെ തിയറി, ഫാദർ ഓഫ് ഗിഫ്റ്റഡ്നെസ്. അപ്പൊ ഗിഫ്റ്റഡ് ചിൽഡ്രനെ പറ്റി സ്റ്റഡി നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ ലൂയിസ് ടെർമാൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഇത് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, കാറ്റഗറി 3ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ 4നും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന്റെ ഐക്യ കണ്ടുപിടിക്കണമല്ലോ, അതിന് അവർക്ക് വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റ് വിസ്ക് കണ്ടോ, വെസ്റ്റ്ലർ ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ എന്നാണ്, WISCV എന്ന് പറയുന്ന ടെസ്റ്റ്. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, നമ്മൾ എന്താണ് പ്രക്ഷേപണ രീതി പഠിച്ചപ്പോൾ അതിൽ മറ്റേ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഒക്കെ തന്നില്ലേ, അതുപോലെ ചിലപ്പോൾ എക്സാമിന് അങ്ങനെ ഓപ്ഷൻ ഇട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഡൗട്ട് വരരുത്, നമുക്കിത് പരിചയമില്ലാത്തതുകൊണ്ട് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് അവർക്ക് IQ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരാണ് വെസ്റ്റ്ലർ ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ, WICC. ഓക്കെ. 22 അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തി മെക്ലാൻഡ് നിർദ്ദേശിച്ച ഘട്ടങ്ങൾ ശരിയായത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്ന് കണ്ടെത്തുക. ഡേവിഡ് മെക്ലാൻഡ് എന്നുള്ളത്. ഇതിൽ ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ ഞാൻ ഇടാത്തതിന് കാരണം എക്സാമിന് ചോദിച്ച സമയത്ത് അതിൽ 4 ഓപ്ഷനും തെറ്റായിരുന്നു, ശരിയായ ഓപ്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്ഷൻ ഇടാത്തത്. അപ്പൊ ഞാൻ അത് പറഞ്ഞ കാര്യം, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, നമ്മുടെ ഹൈറാർക്കി ഓഫ് നീഡ്സിന്റെ കാര്യം, അത് പറയുന്നത് ഹൈറാർക്കി ഓഫ് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷന്റെ കാര്യം പറയുമ്പം ഡേവിഡ് മെക്ലാൻഡ് തിയറി ഉണ്ട്. ആ തിയറിന്റെ പേരാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് 3 തരത്തിലാണ് ഉള്ളതെന്നാണ്. ഒന്ന് നീഡ് ഫോർ പവർ വേണം, അധികാരത്തോടുള്ള ആഗ്രഹം. 2 നീഡ് ഫോർ അച്ചീവ്മെന്റ്, അംഗീകരിക്കുക അല്ലെങ്കിൽ വിജയത്തിനോടുള്ള അച്ചീവ് ചെയ്യാനുള്ള ഒരാഗ്രഹം. നീഡ് ഫോർ അഫിലിയേഷൻ, അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹം. ഒരാളിന് മോട്ടിവേഷൻ കൊടുക്കുന്നത് ഈ 3 കാര്യങ്ങളാണെന്ന് പറഞ്ഞു ഡേവിഡ് മെക്ലാൻഡ്. എന്നാണ് ഒരാൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നത് 3 കാര്യങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ട ആളാണ് ഡേവിഡ് മെക്ലാൻഡ്. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പവർ, അച്ചീവ്മെന്റ്, അഫിലിയേഷൻ. അധികാരം, വിജയം, അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹം. ഈ കാര്യങ്ങളാണെന്ന് ഓർത്ത് വെച്ചേക്കും, ഡേവിഡ് മെക്ലാൻഡ് കാര്യം. മറ്റേത് മാസ്ലോയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുതേ. 23 മനു ശിക്ഷയെ ഭയന്നാണ് അനുസരണ കാണിക്കുന്നത്. ധാർമ്മിക വികാസത്തിന്റെ ഏത് തലത്തിലാണ് അവനുള്ളത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, തിയറി പഠിക്കുക അല്ലാതെ ഒരു രക്ഷയുമില്ല. ശിക്ഷയെ ഭയന്നിട്ടാണ് അനുസരണ കാണിച്ചത്, അടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് അനുസരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഏത് ഘട്ടത്തിലാണ്, വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? നമ്മൾ ധാർമ്മിക വികാസം അല്ലെങ്കിൽ നൈതിക വികാസം, മോറൽ ഡെവലപ്മെന്റ് പഠിച്ചിരുന്നു. ഏത് ഘട്ടത്തിലാണ്? ഇംഗ്ലീഷ് ഉണ്ടാവുമ്പോ നമുക്ക് ഒന്നുകൂടി എളുപ്പമാണ്. പറയാടാ. പൂർവ്വ വ്യവസ്ഥാപിത തലത്തിലാണ്. അതെന്താണ് നമുക്ക് പറയാം. സാൻമാർഗിക വികാസം അല്ലെങ്കിൽ നൈതിക വികാസം, മോറൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് 2 പേരുടെ തിയറിയാണ് ഇമ്പോർട്ടന്റ്. അല്ലാണ്ട് കുറെ തിയറീസ് ഒക്കെ ഉണ്ട്, 2 പേരുടെ തിയറീസ് ഇമ്പോർട്ടന്റ്. ഒന്ന് ലോറൻസ് കോൾബർഗിന്റെ തിയറിയും 2 പിയാഷെയുടെ തിയറി. ലോറൻസ് കോൾബർഗിന്റെ തിയറിയാണ് ഇപ്പൊ പറഞ്ഞ ആ മലയാളത്തിലുള്ള വാക്കുകൾ. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ ഉള്ളായിരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ്. എന്റെ ഇംഗ്ലീഷ് സംഭവമൊന്നുമില്ല. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് എന്നുള്ള. പ്രീ കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ, അത്രേ ഉള്ളൂ. പ്രീ കൺവെൻഷൻ, അത് PRE എന്ന് വെച്ചാൽ പ്രീ കൺവെൻഷൻ, അതാണ് ഉദ്ദേശിച്ചത്. PRE എന്ന് വെച്ചാല് ഇവിടെ ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിട്ട് നിയമം അനുസരിക്കുന്നു. ഇതിന് നമ്മൾ അടി കൊടുത്ത് പഠിപ്പിക്കുന്ന സമയമല്ലേ, അതുകൊണ്ട് തന്നെ അതിന് ദണ്ഡനാനുസരണ ഘട്ടം, ദണ്ഡ് എന്ന് വെച്ചാൽ കമ്പ് എന്നാണ്, ദണ്ഡനാനുസരണ ഘട്ടം എന്നും വിളിക്കും. അങ്ങനെയും ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ദണ്ഡനാനുസരണ ഘട്ടം ഏത് ഘട്ടമാണെന്ന്? അത് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ആണ്. ഇവിടെ ഒരു കൊടുക്കൽ വാങ്ങൽ മനോഭാവം കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഈ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിൽ CMSല് കുട്ടി എന്ത് ചെയ്യുന്നത്, നല്ല കുട്ടി എന്ന് പറയുന്ന ഒരു ടാഗ് കിട്ടാൻ കുട്ടി ആഗ്രഹിക്കുക. അതായത് ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞാൽ, ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അവർ നിയമമൊക്കെ അനുസരിക്കും, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ആ ഒരു സമയത്തിനെയാണ് നമ്മൾ എന്താണ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് എന്ന് വിളിക്കുക.
ഇനി പോസ്റ്റ് കൺവെൻഷനൽ ആണെങ്കിലോ അത് കുറച്ച് ഉയർന്ന ചിന്തയാണ്. അതായത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ്, നമ്മളെല്ലാവരെയും എന്താണ് റെസ്പെക്റ്റോടെ പെരുമാറണം, എന്താണ് നമ്മുടെ ധാർമ്മികത അതിനനുസരിച്ച് ഉയരുന്ന സമയമാണ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്. അവിടെയാണ് ഈ വസുദൈവ കുടുംബകം, അതായത് ഭൂമിയിലുള്ള എല്ലാവരും എന്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്, എല്ലാം എന്റെ ആൾക്കാരാണെന്നൊരു സങ്കല്പമൊക്കെ വരുന്നത് ആ ഭാഗത്താണ്. അപ്പൊ പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ഉണ്ട്, കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ഉണ്ട്, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ഉണ്ട്. ഇത് ആരാണ് പറഞ്ഞത്? ഇത് ലോറൻസ് കോൾബർഗ് ആണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഈ ദണ്ഡന അനുസരണ ഘട്ടം എന്ന് കണ്ടാൽ ഇത് പ്രീ കൺവെൻഷണൽ ആണെന്ന് ഓർമ്മിച്ച് വയ്ക്കുക. നല്ല കുട്ടി എന്നുള്ള ടാഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കൺവെൻഷണൽ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. വസുദൈവ കുടുംബം അല്ലെങ്കിൽ ഉയർന്ന തരത്തിലുള്ള നൈതിക വികാസം കാണിക്കുന്നത് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജിലാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി പിയാഷെ, അതുപോലെ കോൾബർഗിനെ അല്ലാതെ പിയാഷയ്ക്കും മൊറാലിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട തിയറി ഉണ്ട്. അതിൽ 4 ഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അതിന്റെ പേര് ഇതൊക്കെയാണ്: അനോമി, ഹെട്രോണമി അതോറിറ്റി, ഹെട്രോണമി റെസിപ്രോസിറ്റി, ആട്ടോണമി, അഡോളസൻസ്. ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ, പക്ഷെ ഇനി ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. എപ്പോഴും ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പുതിയതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, 24. സംസ്ഥാനതല സംഗീത മത്സരത്തിന് കുട്ടികളെ തയ്യാറാക്കാനായി ഒരു സ്കൂൾ അധികൃതർ ആൺകുട്ടികൾക്ക് മുൻഗണന നൽകുന്നു. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഓക്കെ, ഇതറിയാം, ലിംഗവിവേചനമാണ്, ജെൻഡർ ഇൻഇക്വാലിറ്റി ആണ്. സംഗീത മത്സരമാണ്, അപ്പൊ സ്വാഭാവികമായിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ആ സമയത്ത് ആൺകുട്ടികൾക്ക് മാത്രം മുൻഗണന കൊടുക്കുന്നത് ലിംഗവിവേചനമാണ്. 25. കുട്ടികളിൽ സഹകരണ മനോഭാവം വളർത്താൻ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? കോമൺ സെൻസ് ആൻസർ ചെയ്യാം, ഇതില് തിയറി ഒന്നും പഠിക്കണ്ട. സഹകരണ മനോഭാവം, പരസ്പരം ഒരു സഹകരണം വരാൻ വേണ്ടി ഏറ്റവും നല്ലത് ഏത് മെത്തേഡാണ്? ഇവിടെ 4 ഓപ്ഷൻ ശരിയാണ്. സത്യത്തിൽ പാട്ട് പാടിയ സഹകരണം വരത്തില്ലേ? ഒരുമിച്ച് ഇരുന്ന് പാടുക, ഒരുമിച്ച് തുടങ്ങുക, ഒരുമിച്ച് അവസാനിപ്പിക്കുക, അതൊക്കെ സഹകരണം വരും. ചിത്രരചനയിലും കഥ പറച്ചിലൊക്കെ അത് ഉണ്ടാവും. പക്ഷെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളത് ഉള്ളതിൽ ഏറ്റവും നല്ല ആൻസർ തിരഞ്ഞെടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? കളികളിലാണ് കൂടുതൽ സഹകരണ മനോഭാവം വളർത്താൻ അനുയോജ്യമായ രീതി. 26. നാണം, സംശയം എന്നീ അവസ്ഥകൾ ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? ഇത് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ തുടങ്ങിയ സമയത്ത്, ശിശു വികാസം പഠിപ്പിച്ച് തുടങ്ങിയ സമയത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാണം, സംശയം എന്നീ അവസ്ഥകളൊക്കെ തുടങ്ങുന്നത് ഏത് ഘട്ടത്തിലാണ്? ശിശു വികാരങ്ങൾ, അതിന്റെ പ്രത്യേകതകളൊക്കെ പറയുന്ന സമയത്തൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാല്യഘട്ടത്തിലാണ്, കുട്ടിയായിരിക്കുന്ന സമയം. ആ സമയത്താണ് നാണം, സംശയമൊക്കെ വരുന്നത്. ഓക്കെ, 27. പൂർവ്വ കുട്ടിക്കാലത്തിൽ കുട്ടികളിൽ ഈ ടൈപ്പ് കോംപ്ലക്സ്, ഈ ടൈപ്പ് എന്ന് വെച്ചാൽ അത് എന്താണ് ഇത് വന്നതാ കേട്ടോ, എന്താണ് മലയാളം എന്താണ് കോപ്പി ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് വരുന്നത്. ഇലക്ട്രോ കോംപ്ലക്സ്, ഇഡിപ്പസ് കോംപ്ലക്സ് എന്നിവ കാണാൻ പറ്റുന്നത് അത് ആരുടെ തിയറിയാണ് അങ്ങനെ പറയുന്നത്? വ്യക്തിത്വം എന്ന് പറയുന്ന മേഖലയാണ്. ആ ഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ തെറ്റിക്കരുത് കേട്ടോ. അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മളത് പഠിച്ചത്, അപ്പം സ്വാഭാവികമായിട്ടും അതിൽ നിന്നുള്ള ഒന്നും തെറ്റിക്കരുത്. ഈ ഇഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്രോ കോംപ്ലക്സ് എന്ന് കണ്ടാൽ ഉടനെ സിഗ്മണ്ട് ഫ്രോയിഡിനെ ഓർത്ത് വെച്ചോണം. സിഗ്മണ്ട് ഫ്രോയിഡ്, അതെ അതെ അത് തന്നെ. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന സമയത്ത് നമ്മൾ മനോവിശ്ലേഷണ സമീപനം എന്നാണ് അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര്. അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിക് ഇങ്ങനെ പറയാം: മനസ്സിന് 3 തലങ്ങളുണ്ട്: ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രോയിഡിന്റെ തന്നെ വ്യക്തിത്വത്തിന്റെ ഘടന: ഇത്, അഹം, അത്യഹം എന്ന് പറയും. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ: വദനഘട്ടം, ഹൃദഘട്ടം, ലിംഗഘട്ടം, നിർലീനഘട്ടം, ജനനേന്ദ്രിയ ഘട്ടം. ഓരോ വയസ്സിലും എവിടെയാണ് അവരുടെ എന്താണ് സെക്ഷൽ ആയിട്ടുള്ള തിങ്കിങ് വരുന്നത് എന്നതിനനുസരിച്ചിട്ട് മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഇലക്ട്രോ കോംപ്ലക്സും അതുപോലെ ഇഡിപ്പസ് കോംപ്ലക്സും ലിംഗഘട്ടം വരുമ്പോൾ, അതായത് 3ാമത്തെ ഘട്ടം ലിംഗഘട്ടം വരുമ്പോഴാണ് വരിക. ഇതാരാണെന്ന് ഇതിന് പല രീതിയിൽ മനോവിശ്ലേഷണ സമീപനം വക്താവിന്റെ പേരെന്ത് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി അനുസരിച്ച് മനസ്സിന്റെ 3 തലങ്ങളിൽ പെടാത്തത് ഏത്, പെടുന്നത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇത്, അഹം, അത്യഹം വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. മറ്റേ മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ പെട്ടതാണ് നമ്മുടെ ഇലക്ട്രോ കോംപ്ലക്സ്. ആ സംഭവം വന്നിട്ട് ഏത് ഘട്ടത്തിലാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്.
ഓക്കെ 28. ഒരു വിദ്യാർത്ഥി കേന്ദ്രീകൃത ക്ലാസ് മുറിയിൽ സാധാരണയായി കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. വിദ്യാർത്ഥി കേന്ദ്രീകൃത ക്ലാസ് മുറിയാണ്, ലേണർ സെന്റേർഡ് ക്ലാസ് മുറിയിൽ കുട്ടികൾ എങ്ങനെയായിരിക്കും പഠിക്കുക? വ്യക്തിഗതമായി, പ്രധാനമായും ടീച്ചറിൽ നിന്ന്, കൂട്ടമായി, വ്യക്തിഗതമായും കൂട്ടമായും. നമ്മൾ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓപ്ഷൻ 4 വായിച്ച് നോക്കണം. കാരണം നമ്മൾ പെട്ടെന്ന് നമുക്കറിയാം വ്യക്തിഗതമായി അല്ലെന്ന്, അപ്പൊ ബിയും അല്ലെന്നറിയാം. പിന്നെ നോക്കുമ്പോൾ സി കണ്ടു, കൂട്ടമായി എന്ന് കണ്ട ഉടനെ നമ്മൾ പോയി സി കറപ്പിച്ചിട്ടായിരിക്കും ഡി നോക്കുക. അപ്പൊ അങ്ങനെ ചെയ്യരുത് കേട്ടോ. 4 ഓപ്ഷനും ജസ്റ്റ് ഓടിച്ചൊന്ന് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. അവിടെ മിസ്റ്റേക്ക് വന്ന കേട്ടോ, കൂട്ടമായി അല്ല, വ്യക്തിഗതമായും കൂട്ടമായും രണ്ടും പഠിക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, വ്യക്തിഗതമായും കൂട്ടമായും എന്നുള്ളത്. ഡി ആൻസർ ഡി ആണ് ആൻസർ, വ്യക്തിഗതമായും കൂട്ടം. നമ്മൾ വിദ്യാർത്ഥി കേന്ദ്രീകൃത ക്ലാസ് മുറിയിൽ കൂട്ടമായി മാത്രം പഠിക്കത്തില്ലല്ലോ, ഒരുമിച്ചും പഠിക്കും, സ്വന്തമായി പഠിക്കേണ്ട കാര്യം അങ്ങനെയും പഠിക്കും, കൂട്ടമായും പഠിക്കും. രണ്ടും കൂടെ പഠിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുക. ഇൻഡിവിജ്വൽ വർക്കുണ്ട്, അത് നമ്മൾ കൃത്യമായി ചെയ്യിപ്പിക്കും ക്ലാസ്സിൽ. 29. സംരചനാ വിലയിരുത്തൽ ഫോർമേറ്റീവ് അസസ്മെന്റിന് അനുയോജ്യമല്ലാത്ത ഉപാധി ഏതാണ്? താഴെ പറയുന്ന ഏത് കാര്യം ചെയ്യുമ്പോഴാണ് അവിടെ ഫോർമേറ്റീവ് അസസ്മെന്റ് ചെയ്യാൻ പറ്റാത്തത്? അപ്പൊ എന്താണ് ഈ ഫോർമേറ്റീവ്, എന്താണ് സമ്മേറ്റീവ് എന്ന് അറിയാന്നുള്ള ആളിനെ ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർമേറ്റീവ് പെട്ടെന്ന് കേട്ടോ, ശരിക്കും എളുപ്പമായ ക്വസ്റ്റ്യൻ, ബേസിക് ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. ഓക്കെ, ടേം പരീക്ഷയാണ്. ടേം എന്നത് ടെർമിനൽ ഇവാലുവേഷൻ വരുന്നതെന്ന് വെച്ചാൽ എക്സാമിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കുട്ടിയെ അസസ് ചെയ്യുക. അത് നമ്മൾ സമ്മേറ്റീവ് ഇവാലുവേഷനിലാണ് വരിക. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വാചിക പരീക്ഷ നടത്താം, പ്രശ്നോത്തരിയും കളിയൊക്കെ നോക്കാം, അസൈൻമെന്റ് കൊടുക്കാം, സെമിനാർ ചെയ്യിപ്പിക്കാം, ക്ലാസ്സിൽ ഒബ്സർവ് ചെയ്യാം, കുട്ടിയുടെ മാർക്കൊക്കെ നോക്കാം. എല്ലാം കൂടെ ചെയ്യുന്നതിനാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് വിളിക്കാം. മറ്റേത് സമ്മേറ്റീവ് അസസ്മെന്റ്, നമ്മുടെ പരീക്ഷ മാത്രം നോക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പർ മാത്രം നോക്കിയാൽ, അല്ലെങ്കിൽ സെമസ്റ്റർ എക്സാം മാത്രം നോക്കിയാൽ സമ്മേറ്റീവ് എക്സാം. അപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെച്ചിരിക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ചാൽ, ഇപ്പൊ സെമസ്റ്റർ എക്സാം എന്ന് വെച്ചാൽ എന്തുവാ, ഓരോ സെമ്മ് കഴിയുമ്പോൾ, അതായത് 6 മാസം കഴിയുമ്പോഴാണ് പരീക്ഷ അടക്കുക, അതിൽ ഇയർലി എക്സാം ഒക്കെ. അപ്പൊ സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്, സെമസ്റ്റർ എക്സാം ആണെന്ന് ഓർത്ത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല, ഫോർമേറ്റീവ് സമ്മേറ്റീവ് മാറിപ്പോകത്തില്ല. ഓക്കെ, 30. പക്വ വ്യക്തിത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? നമ്മൾ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് പഠിച്ച സമയത്ത് 2 വ്യക്തിത്വത്തിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പക്വ വ്യക്തിത്വം, മെച്ചുവേർഡ് പേഴ്സണാലിറ്റി എന്ന വാക്ക് മുന്നോട്ട് വെച്ചത് ആരാണ്? പക്വ വ്യക്തിത്വം, മെച്ചുവേർഡ് പേഴ്സണാലിറ്റി. ഓക്കെ, ആൾപോർട്ടാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട്, വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. അതായത് ഇപ്പൊ നമുക്കറിയാലോ, നല്ല മെച്ചുവർ ആയ ഒരാളെന്നും പറയുന്ന പോലെ GW ആൾപോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചപ്പോ അദ്ദേഹം അങ്ങനെ ഒരാളിനെ, എന്നുവെച്ചാൽ നല്ലൊരാളിനെ അദ്ദേഹം കൊടുത്ത പേര് പക്വ വ്യക്തി എന്നാണ്, മെച്ചുവേർഡ് പേഴ്സണാലിറ്റിയാണ്. എന്നാൽ കാൾ റോജേഴ്സും ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം തിയറി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ നല്ലൊരാളിനെ, അതായത് നന്നായിട്ട് പെരുമാറുകയും നല്ല മനുഷ്യനായി നിൽക്കുകയും ചെയ്യുന്ന ആളിനെ അദ്ദേഹം പക്വ വ്യക്തി എന്നല്ല, പൂർണ്ണ വ്യക്തിത്വമുള്ള ആള്, കംപ്ലീറ്റ് പേഴ്സണാലിറ്റി എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് പരീക്ഷയ്ക്ക് 2 ചോദിക്കാറുണ്ട്, പക്വ വ്യക്തിത്വം ആൾപോർട്ട്, പൂർണ്ണ വ്യക്തിത്വം കാൾ റോജേഴ്സ്. മാർപ്പോലെ പക്വ വ്യക്തിത്വം ആൾപോർട്ട്, പൂർണ്ണ വ്യക്തിത്വം കാൾ റോജേഴ്സ്. പൂർണ്ണയിലും റോജേഴ്സിലും റായ് ഉണ്ട്, അത് നോക്കി വെച്ചാൽ മതി. പക്വ വ്യക്തിത്വം ആൽപോർട്ട്, പൂർണ്ണ വ്യക്തിത്വം കാൾ റോജേഴ്സ്, പൂർണ്ണ റോജേഴ്സ്. ഇപ്പൊ നമുക്ക് 30 ക്വസ്റ്റ്യൻ ആയേ. ഞാൻ പറയട്ടെ, 30 ക്വസ്റ്റ്യനിൽ ക്ലാസ്സിൽ പറയാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല. മനസ്സിലായോ? 30 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതിൽ ക്ലാസ്സിൽ നമ്മൾ പറയാത്ത, ടച്ച് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല. ഇത് ഞാൻ ഓരോന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തതല്ല, ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വരുന്നതിൽ നിന്ന് മാറ്റിയിട്ട് മാക്സിമം വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നത്. എന്നിട്ട് പോലും ക്ലാസ്സിൽ പറയാത്ത ഒരു ക്വസ്റ്റ്യനും ഇല്ല. അതുകൊണ്ട് കൃത്യമായിട്ടും പഠിച്ച ക്ലാസ്സുകൾ റിവൈസ് ചെയ്തിട്ടേ എക്സാമിന് പോകാവൂ. ഓടിച്ചു പോവാം. 31. മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു കുട്ടിയുടെ വികസനത്തിന്റെ എല്ലാ വശങ്ങളും മൂല്യനിർണ്ണയം നടത്തുന്നു. എങ്കിൽ ഈ മൂല്യനിർണ്ണയത്തിന് വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ സ്കൂളുകളിൽ ചെയ്യുന്ന മൂല്യനിർണ്ണയത്തിന്റെ പേരെന്താണ്? പെട്ടെന്നോട്ടൊന്ന് പറ. എല്ലാ വശവും മൂല്യനിർണ്ണയം ചെയ്യുന്നു, കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള കാര്യവും നോക്കുന്നു. അതെ, CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാല്യുവേഷൻ എന്നാണ് വിളിക്കുക. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. അതിലൊരു സംശയം വേണ്ട കേട്ടോ.
മൂല്യനിർണ്ണയം പറയുമ്പോൾ നമ്മൾ ഫോർമേറ്റീവ് പറയാറുണ്ട്, സമ്മേറ്റീവ് പറയാറുണ്ട്. ഫോർമേറ്റീവ് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. സമ്മേറ്റീവ് വെച്ചാൽ സെമസ്റ്ററിന്റെ അവസാനം അല്ലെങ്കിൽ ഒരു ഇയറിന്റെ അവസാനം നിശ്ചിത സമയത്തിന് അവസാനം ചെയ്യാം. ടെർമിനൽ ഇവാലുവേഷൻ എന്നത് പരീക്ഷയാണ്, അവസാനത്തെ പരീക്ഷയെ നമ്മൾ ടെർമിനൽ ഇവാലുവേഷൻ എന്ന് വിളിക്കാം. നമ്മൾ സി മാർക്ക് കൊടുക്കാറുണ്ട്, നമുക്ക് കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുണ്ട് സി മാർക്ക് എന്നാണെന്ന് പറയാം. കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നാണ്. CCE ആണ് ഇപ്പോൾ ഉള്ളത്, അത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആണ്. ഇതിലേക്ക് ഫുൾ ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. CECയുടെ ഫുൾ ഫോം മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കാന്ന് അറിയത്തില്ല. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ഓക്കെ. 32. അധ്യാപകൻ ക്ലാസ്സിൽ ഒരു നിഗൂഢ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ എല്ലാ കുട്ടികളും അതിന്റെ ഉത്തരം ആലോചിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു കുട്ടി പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. എങ്കിൽ ഇത് ഏത് പഠന സിദ്ധാന്തത്തിന് ഉദാഹരണമാണ്? ഒരു പസിൽ ഒക്കെ പറഞ്ഞ സമയത്ത് എല്ലാ കുട്ടികളും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, എന്തോ അതിന്റെ ഉത്തരം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ. പെട്ടെന്നൊരു കുട്ടിക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിലായി, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെ പറയുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇത്. ഉൾക്കാഴ്ച പഠനം അഥവാ ഇൻസൈറ്റ് ലേണിംഗ് എന്നൊക്കെ വിളിക്കും. ഇൻസൈറ്റ് ലേണിംഗ് എന്നൊക്കെ വിളിക്കുന്നതാണ് ഉൾക്കാഴ്ച പഠനം. പെട്ടെന്ന് കിട്ടുക, നമുക്ക് ഉൾക്കാഴ്ച കിട്ടുമെന്ന് പറയില്ല, ബോധോദയം ഉണ്ടായെന്നൊക്കെ പറയത്തില്ല, അതുപോലെ തന്നെ ഉൾക്കാഴ്ച. 33. താഴെ പറയുന്നവയിൽ പഠനത്തെ സ്വാധീനിക്കുന്ന മാനസികമായ ഘടകം ഏതാണ്? മാനസികമായ ഘടകം. പ്രായം, ആരോഗ്യം, ക്ഷമത, പ്രചോദനം. മാനസികമായ ഘടകം ഏതാണ്? എന്റെ മലയാളം വായിച്ച സംശയം വരുന്നത് കൊണ്ടാണ് എന്റെ ഇംഗ്ലീഷും കൂടെ കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷും കൂടെ നോക്കിയിട്ട് വേണം വായിക്കാന്. തസ്ലീന മാനസികമായ ഘടകമാണ് ചോദിച്ചത്, ബാക്കി 3 ശാരീരികമാണ്. പ്രായം ഏജ്, ആരോഗ്യം ഹെൽത്ത്, ക്ഷമത ഫിറ്റ്നസ്, പ്രചോദനം മോട്ടിവേഷൻ. അത് കുറച്ചു പേർക്ക് ആൻസർ തെറ്റിപ്പോയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, മാനസികമായിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. പ്രായം എന്നുള്ളത് അവർ മാനസികമല്ല, ശാരീരികമാണ്. ആരോഗ്യം ഹെൽത്ത് എന്നുള്ളത് മാനസികമാണ്. ഇപ്പൊ ക്ഷമത കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പലതരത്തിലുള്ള ക്ഷമത ഉണ്ട്. അപ്പൊ മാനസികമായ ക്ഷമതയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് ആയിട്ടൊന്ന് നോക്കാം. അപ്പൊ ഫിറ്റ്നസ് എന്നാണ് എടുത്തത്. ഫിറ്റ്നസ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും പറയുക ശാരീരികമായ ഫിറ്റ്നസ് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ദെൻ പ്രചോദനം മാത്രമാണ് ശരീരവുമായി ബന്ധപ്പെട്ടില്ലാത്തത്. പ്രചോദനം എപ്പോഴും മാനസികമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മാനസികമായ ഘടകം മോട്ടിവേഷൻ ആണ്, പ്രചോദനം. 34. വ്യക്തിത്വത്തിന്റെ മനോവിശ്ലേഷണ സമീപനം. ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന്. മനോവിശ്ലേഷണ സമീപനം എന്ന് കണ്ട ഉടനെ ആരെ പേര് പറയും? അതെ, മനോവിശ്ലേഷണ സമീപനം കണ്ട പിന്നെ വേറെ ഒരു സംശയവും വേണ്ട, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പേരാണ് നമ്മൾ പറയേണ്ടത്. 35. താഴെ പറയുന്ന മാർഗങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ വിജയിക്കാൻ സഹായിക്കുന്ന രീതികൾ കണ്ടെത്തുക. എയും ബിയും സിയും ഡിയും ഉണ്ട്. ആൻസർ ചെയ്യേണ്ടത് താഴെയുള്ള എയും ബി ആണ്. അധ്യാപന പഠന പ്രക്രിയ രസകരമാക്കുക, ഒഴിവ് സമയം നൽകുക, പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സമയം നൽകുക, സ്വയം പഠനത്തിനുള്ള അവസരങ്ങൾ നൽകുക. ഇതിൽ ഏതാണ് കുട്ടികളെ സ്കൂളിൽ വിജയിക്കാൻ സഹായിക്കുന്ന രീതികൾ? ഓപ്ഷൻ എ ആൻഡ് ബി ഓൺലി. എയും ബിയും. ഓപ്ഷൻ ബി ആൻഡ് സി ഓൺലി. ബിയും സിയും. ഓപ്ഷൻ സി എയും ബിയും സിയും ഡിയും. ഓപ്ഷൻ ഡി എയും ബിയും സി. നമുക്ക് സാധാരണ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് വരുന്ന കാര്യം ഈ ഒഴിവ് സമയം നൽകണോ വേണ്ടേന്നാണ്. ഓക്കെ, ഒഴിവ് സമയം നൽകിയാലേ കുട്ടികൾ വിജയിക്കോ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ നിങ്ങൾ 4 ഓപ്ഷൻ നോക്കിയാൽ 4 ഓപ്ഷനിൽ ബി കാണും. അപ്പൊ നിങ്ങൾക്ക് പിന്നെ അതിൽ ഡൗട്ട് വരേണ്ട കാര്യമില്ല, ബി എല്ലാ ഓപ്ഷനിലും ഉള്ളതാണെന്ന് മനസ്സിലാവും. പിന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും ആൻസർ. അതായത് എയും ബിയും സിയും ഡിയും നോക്കണം. 4 കാര്യങ്ങളും ചെയ്യണം, എന്നാലാണ് കുട്ടികൾ വിജയിക്കുക. സ്വയം പഠനത്തിന് അവസരം കൊടുക്കണം, പാഠ്യേതര പഠനവുമായി ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങളില്ലേ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൊടുക്കണം, ഒഴിവ് സമയം കൊടുക്കണം, അതുപോലെ അധ്യാപന പഠന പ്രക്രിയ രസകരമാക്കുക, രസകരമായിട്ട് പഠിപ്പിക്കുക. ഇതെല്ലാം ചെയ്താലാണ് കുട്ടികൾക്ക് വിജയിക്കാൻ പറ്റുക. 36. വായന ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കുട്ടിക്ക് താഴെ പറയുന്നവയിൽ ഏത് രീതി സ്വയം തിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കും? അതായത് ആ കുട്ടി അങ്ങനെ ചെയ്താലാണ് വായന എന്ത് ചെയ്യാൻ പറ്റുക, നന്നാക്കി എടുക്കാൻ പറ്റുക. എന്ത് കാര്യം ഉപയോഗിച്ചിട്ടായിരിക്കും വായന ബുദ്ധിമുട്ടുള്ള കുട്ടിക്ക് സ്വയം ഒന്ന് തിരുത്താൻ പറ്റുക? നമ്മൾ പലരും ചെയ്യുന്ന കാര്യമൊക്കെ തന്നെ. അതെ, റെക്കോർഡർ. നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് റെക്കോർഡ് ചെയ്ത കാര്യം വീണ്ടും കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ചില വാക്കുകൾ പറയുമ്പം അക്ഷരങ്ങൾ വരുന്നില്ല.
അതിൽ ചില വാക്കുകളുടെ പ്രൊണൗൺസിയേഷൻ തെറ്റാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ശരിയാക്കി എടുക്കുക. ഫ്ലാഷ് കാർഡ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കാണിച്ച് ആൻസർ പറയിപ്പിക്കുന്ന കാർഡുകളാണ്, ചെറിയ കാർഡുകൾ. മാച്ചിങ് കാർഡും ഒരുപോലുള്ള കാർഡുകൾ കണ്ടെത്താനൊക്കെ ഉള്ളു. അപ്പൊ അത് പ്രശ്നം നമുക്കറിയാലോ. 37. ഒരു ടീച്ചർ കുട്ടികളോട് താൻ പഠിപ്പിച്ച ഒരു കഥയെ അടിസ്ഥാനമാക്കി ഒരു നാടകം അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. കഥ പഠിച്ചു, അതിനെ നാടകമാക്കാൻ പറഞ്ഞു. ഇവിടെ ഏത് പഠന രീതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? പഠിച്ച കഥയെ നാടകമാക്കി അവതരിപ്പിക്കാൻ പറഞ്ഞാല് ഏത് പഠന രീതിയാണിത്? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, കോമൺ സെൻസ്. ഓക്കെ, ഒത്തിരി ആൻസർ വന്നുകൊണ്ട് പറയാണ് പ്രവർത്തനാധിഷ്ഠിതം, ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. പഠിച്ച കഥേനെ മറ്റൊരു ആക്ടിവിറ്റി ആയിട്ട്, മറ്റൊരു നാടകമായിട്ട്, അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം കേട്ടോ, കവിതേനെ നമ്മൾ നാടകമാക്കാറുണ്ട്, സംഭാഷണത്തിനെ കഥയാക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതിന് എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുത്ത് പഠിക്കുക, അതിനെ നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, പ്രവർത്തനാധിഷ്ഠിത പഠനം എന്ന് വിളിക്കാം. 38. ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിനും അവകാശത്തിനും വേണ്ടി 1995 അംഗീകരിച്ച നിയമം ഏതാണ്? ഇപ്പൊ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതിൽ ജെൻഡറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇപ്പൊ അധികമായിട്ട് കാണാറുണ്ട്. 2018, 19 മുമ്പൊന്നും അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. അതിനുശേഷം അതങ്ങ് വന്നത്. 95 വന്ന നിയമം ഏതാണ്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണിത്. അതെ, PWD നിയമമാണ്. നിങ്ങൾ എപ്പോഴും കാണും, പല സ്ഥലങ്ങളിലും ഈ നമ്മുടെ ഗവൺമെന്റ് നോട്ടിഫിക്കേഷനിലൊക്കെ ഈ PWD കാണും. PWD നിയമം, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്നുള്ളതാണ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 95 ആദ്യം വന്നത്. PWD എന്നാണ് നിയമത്തിന്റെ പേര്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്നുള്ളത്. അതുപോലെ ആ നിയമത്തിലെ 7 വിഭാഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. എന്നിട്ട് 2016 ആയപ്പോ എന്ത് ചെയ്തു? മറ്റേ 95 നിയമമല്ലേ, അപ്പൊ 2016 ആയിരുന്ന സമയത്ത് ഈ നിയമത്തിനെ കുറച്ചുകൂടെ വലുതാക്കി. അപ്പൊ ആ 2016 പേര് മാറ്റി RPWD എന്നായി, ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്നായി. ഓക്കെ, 1995 PWD, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആയിരുന്നു. അതിനകത്ത് 7 വിഭാഗം, ഭിന്നശേഷി 7 വിഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 2016 ആയപ്പം അതിന്റെ പേര് മാറ്റി കുറച്ചുകൂടെ വിശാലമാക്കി. അപ്പൊ അതിന്റെ പേര് ഇങ്ങനെയായിരുന്നു, RPWD, ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്നായിരുന്നു. അപ്പൊ മുമ്പുണ്ടായിരുന്ന 7ന്റെ കൂടെ എക്സ്ട്രാ ഒരു 14 ഭിന്നശേഷിക്കാരെ കൂടി, 14 വിഭാഗത്തിലുള്ള ഭിന്നശേഷിക്കാരെയും കൂടെ അതിനകത്ത് ചേർത്തു. ഇപ്പൊ മൊത്തത്തിൽ എത്ര ഭിന്നശേഷി വിഭാഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 21 ആൾക്കാരുണ്ട്. 21 ടൈപ്പ് ഓഫ് ഭിന്നശേഷി വിഭാഗങ്ങൾ ഉണ്ട്. ഓക്കെ, 39. ലിംഗനിഷ്പക്ഷ സ്കൂളുകളുടെ രൂപീകരണത്തിന് ഇപ്പോൾ വളരെയധികം പ്രാധാന്യം നൽകുന്നു. ഇത് എന്ത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ജനറൽ ന്യൂട്രൽ സ്കൂളുകൾ വരുന്നത് എന്ത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്? എന്ത് നേടുന്നതിന് വേണ്ടിയിട്ടാണ്? ലിംഗവിവേചനം, ലിംഗസ്വത്വം, ലിംഗസമത്വം, ലിംഗപക്ഷപാതിത്വം. ഏതൊരാശയം കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ ന്യൂട്രൽ സ്കൂളുകൾ സ്ഥാപിക്കുന്നത്? അതെ, അറിയാം. എന്തിനെ തടയാൻ വേണ്ടിയിട്ടാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ലിംഗവിവേചനമാണ് കേട്ടോ. എന്തിനു വേണ്ടി, എന്തുറപ്പാക്കാനാണെന്ന് ചോദിക്കുമ്പോൾ ലിംഗസമത്വമാണ്. എന്തിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ലിംഗവിവേചനമാണ്. രണ്ടും മറന്നു വരുത്. 40. പരിശീലനത്തിലൂടെ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റം അങ്ങനെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടാക്കാറുണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പരിശീലനത്തിലൂടെ ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു. ആ കുട്ടി കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യണം, കാര്യങ്ങളോട് നന്നായിട്ട് പെരുമാറണം, സഹകരിക്കണം. പരിശീലനത്തിലൂടെ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച കാര്യം. ഇതിനെ വിളിക്കുന്ന പേരാണ് പഠനം. പഠനം എന്നാ വിളിക്കുന്നത്, പഠനം. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിൽ കൊണ്ട് ചേർക്കുന്ന എന്താ? പഠിക്കാൻ ചേർക്കുക. എന്ത് പഠിക്കാനാ? പരിശീലനം കിട്ടിയ അധ്യാപകർ അവരെ പഠിപ്പിക്കും. എന്ത്? പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ. ഇത് പഠനത്തിന്റെ എന്താണ് ഡെഫിനിഷൻ ആണ് കേട്ടോ. പഠനം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് വരുന്ന സാധനമാണ് പരിശീലനത്തിലൂടെ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റമാണ് പഠനം എന്നുള്ളത്. ഇതുപോലെ ഒത്തിരി ഡെഫിനിഷൻസ് ഉണ്ട് പഠനത്തിന്. ബേസിക് ഡെഫിനിഷൻ ഇതാണ്. അപ്പൊ ഇത് കണ്ടാൽ ഉടനെ പഠനം എന്ന് നിങ്ങൾ വ്യക്തിത്വമാണോ ബുദ്ധിയാണോ ഒന്നും ആലോചിക്കാൻ നിൽക്കരുത്, പഠനമാണെന്ന് ആൻസർ ചെയ്യുക. ഒരു സംശയവും വേണ്ട. 41. താഴെ പറയുന്നവയിൽ സെഫാലോ കോഡൽ തത്വവുമായി ബന്ധപ്പെട്ടത് ഏത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ക്ലാസ്സിൽ പറഞ്ഞു പ്രത്യേകം പഠിക്കണമെന്ന് പറഞ്ഞു. സെഫാലോ കോഡൽ. വികാസതത്വം പഠിച്ച സമയത്ത് 2 ടൈപ്പ് ഓഫ് തത്വങ്ങളുണ്ട്, പ്രോക്സിമോ ഡിസ്റ്റലും സെഫാലോ കോഡലും. അതിൽ സെഫാലോ കോഡലാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുക. സെഫാലോ കോഡൽ എന്താണ്? വികാസം തല മുതൽ പാദം വരെ കഴുത്തുറയ്ക്കുക എന്ന പ്രയോഗം അതിൽ വരുന്നതാണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു, തലയിൽ നിന്ന് തുടങ്ങി പാദത്തിലോട്ട്. അതിന് മറ്റേ ഓപ്പോസിറ്റ് ആണ് പ്രോക്സിമോ ഡിസ്റ്റൽ. നടുക്ക് നിന്ന് വശങ്ങളിലേക്ക്, മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്കാണ് വികാസം പോകുന്നതെന്ന് പറയുന്നത്. ആദ്യം ഇന്റേണൽ ഓർഗൻസ് ഒക്കെ വളരും, അത് കഴിഞ്ഞിട്ടാണ് ഈ കൈയും കാലും ഒക്കെ വരിക, പിന്നെയാണ് വിരലുകൾ വരിക. അങ്ങനെ വളർച്ച, അങ്ങനെ വികാസം അങ്ങനെയാ സംഭവിക്കുന്നതെന്ന് പറയുന്നതാണ് പ്രോക്സിമോ ഡിസ്റ്റൽ. സെഫാലോ കോഡലാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. 42. പിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ യുക്തിപൂർവ്വം ചിന്തിക്കുകയും അമൂർത്തമായി ചിന്തിക്കുകയും അവയുടെ അടിസ്ഥാനത്തിൽ അനുമാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ക്വസ്റ്റ്യൻ എന്ത് തന്നെ ആയാലും, എത്ര വലിയ ക്വസ്റ്റ്യൻ ആയാലും അതിനകത്ത് നമ്മുടെ കീ വേർഡ്സ് ഉണ്ടാന്ന് നോക്കുക, ആൻസർ എഴുതാം. അതാണ് കൂടുതൽ എളുപ്പമായി പറ്റുന്ന പണി. ഇവിടെ കണ്ടിട്ടുണ്ട്, യുക്തിപൂർവ്വം ചിന്തിക്കുന്നു, അമൂർത്തമായി ചിന്തിക്കുന്നു. അമൂർത്തം കണ്ട അപ്പോഴേ നമ്മൾ എന്ത് എഴുതണം? ഔപചാരിക മനോവ്യാപാര ഘട്ടമാണെന്ന് എഴുതണം. കണ്ടോ, ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത്രയും പഠിക്കണം. DLED 4 സെമ്മിൽ പഠിക്കുന്ന കാര്യം നിങ്ങളെ കൊണ്ട് എന്തായാലും 6 മാസം കൊണ്ട് പോലും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് കാര്യങ്ങളുണ്ട്. 43. പ്രവർത്തിച്ച് പഠിക്കുക എന്നതിലൂടെ സ്വന്തം താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രവർത്തിച്ച് പഠിക്കുക, കുട്ടി സ്വയം പഠിക്കുക. ഇതൊക്കെ വരുന്നത് ഏത് സമ്പ്രദായത്തിലാണ്? പരമ്പരാഗത രീതിയിലാണോ? ജീവിത കേന്ദ്രീകൃത ലൈഫ് സെന്റേർഡ് ആണോ? വിദ്യാർത്ഥി കേന്ദ്രീകൃത ലേണർ സെന്റേർഡ് ആണോ? പാഠ്യപദ്ധതി കേന്ദ്രീകൃതമാണോ? നമുക്കറിയാം, ആർക്കും തരത്തില്ല ഇത്. പ്രവർത്തിച്ച് പഠിക്കുകയും സ്വന്തം താല്പര്യവും സ്വന്തം ആവശ്യം അനുസരിച്ച് കുട്ടി സ്വയം പഠിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ നമ്മൾ വിദ്യാർത്ഥി കേന്ദ്രീകൃത രീതി, ലേണർ സെന്റേർഡ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. 44. ലാഡ് അതുപോലെ യൂണിവേഴ്സൽ ഗ്രാമർ തിയറി, ഈ 2 ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് ആര്? ഇത് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, നേരിട്ട് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാ. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കണ്ടാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ആലോചിക്കണ്ട, നേരെ കുത്തിക്കോണം നോം ചോംസ്കി. 45. അസുഖം കാരണമാണ് പരീക്ഷയ്ക്ക് ജയിക്കാൻ സാധിക്കാത്തത് എന്നൊരു കുട്ടി പരാതി പറയുന്നു. ഇവിടെ കുട്ടി ഏത് പ്രതിരോധ തന്ത്രമാണ് ഉപയോഗിച്ചത്? അസുഖം കാരണം, എനിക്ക് പനി പിടിച്ചുകൊണ്ടാണ് എനിക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഞാൻ അങ്ങ് പഠിച്ചേനെ, അല്ലെങ്കിൽ ഞാൻ ഫുൾ മാർക്ക് വാങ്ങിയേ എന്ന് പറയുക. അത് ഏത് തരം പ്രതിരോധ തന്ത്രമാണ്? പ്രതിരോധ തന്ത്രം പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. ഡിഫൻസ് മെക്കാനിസം ഉറപ്പായും പഠിച്ചിരിക്കണം. കണ്ടോ, നിങ്ങൾ യുക്തീകരണം ആൻസർ ചെയ്തു, പക്ഷെ 4 ശരിയായ ഉത്തരം അല്ല. നൺ ഓഫ് ദീസ് ആർ ട്രൂ, അല്ലെ നൺ ഓഫ് ദീസ് ആർ റിയൽ. എന്ന് വെച്ചാൽ യുക്തീകരണം എന്ന് വെച്ചാൽ എന്തുവാ? നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടേ അതിന് വാദിക്കുവാണ്, അതാ നമ്മൾ ചെയ്തതാണ് ശരിയെന്ന് വാദിക്കുന്നതാണ് യുക്തീകരണം. അപ്പം അസുഖം കാരണമാണ് കുട്ടിക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ കുട്ടിയുടെ ഒരു പരാതിയാ പറയുന്നത്. അസുഖം കാരണമാണ് പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റാത്തത് എന്നുള്ളത്. ഈ 4 കറക്റ്റ് അല്ല ഇതിന്റെ ആൻസറിൽ. കാരണം നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് തെറ്റിപ്പോണ കാര്യം, ഈ പ്രക്ഷേപണവും യുക്തീകരണവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഓക്കെ, ഇതിൽ പ്രക്ഷേപണം നമ്മുടെ ഓപ്ഷനിലില്ല. കണ്ടോ, പ്രക്ഷേപണം നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്, ഈ 4 ഓപ്ഷനും ശരിയല്ല എന്നുള്ളത്. പ്രക്ഷേപണവും യുക്തീകരണവും എപ്പോഴും ഉറപ്പായിട്ട് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരു വ്യക്തി തന്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളിൽ ചുമത്തി സ്വയം രക്ഷപ്പെടുന്ന തന്ത്രം. ഇവിടെ അല്ലെ കുട്ടി അതല്ലേ ചെയ്തത്? എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റാത്തത് എനിക്ക് അസുഖം വന്നതുകൊണ്ടാണ്, അല്ല ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല. എന്റെ കുട്ടി അല്ലെ അതിന് അസുഖം വന്നതിന് മുമ്പ് പഠിക്കാൻ പറ്റുമായിരുന്നു, അതിന് മുമ്പ് കുട്ടി വായിച്ചിട്ടുണ്ടാവത്തില്ല, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. തന്റെ പരാജയം മറ്റൊരാളിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ചുമത്തിയിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നതാണ് പ്രക്ഷേപണം. പക്ഷെ യുക്തീകരണം രക്ഷപ്പെടാൻ നോക്കുന്നതല്ല, അതിനെ വാദിക്കുകയാണ്. വ്യക്തി തന്റെ ബലഹീനതകൾ പരാജയങ്ങളൊക്കെ തെറ്റായ കാരണം കണ്ടെത്തി ന്യായീകരിക്കുക. നമ്മളിപ്പോ പറയത്തില്ലേ, തറയിൽ കിടന്ന് ഉരുളുക എന്ന് പറയത്തില്ലേ, ഉരുണ്ടങ്ങ് ശരിയാകും. തന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തന്റെ പരാജയങ്ങൾ, തന്റെ കഴിവുകേടുകളൊക്കെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുമ്പോഴാണ് യുക്തീകരണം വരിക. ഓക്കെ, ന്യായീകരിക്കുന്നതാണ് യുക്തീകരണം. മറ്റത് ഒരാളിന് ചുമത്തി കൊടുക്കുന്നത്. അതെ, ആ യുക്തീകരണത്തിലാണ് കിട്ടാത്ത മുന്തിരി പുളിക്കും മറ്റേ സംഭവം എന്താണ് സോർ ലെമണും ആ സംഭവം വരുന്നത്.
ഓക്കെ, ആ പ്രക്ഷേപണവും യുക്തീകരണവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുതേ. ഇവിടെ ആ പ്രക്ഷേപണം എന്നുള്ള ഓപ്ഷൻ ക്വസ്റ്റ്യനിൽ ഇല്ലായിരുന്നു. ശരിക്കും ക്വസ്റ്റ്യൻ ഇട്ട ആളിന് മിസ്റ്റേക്ക് പറ്റിയതാണ്. പുള്ളി പെട്ടെന്ന് യുക്തീകരണം ഓപ്ഷൻ ഇട്ടു. അപ്പം ആദ്യം യുക്തീകരണമാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വന്നത്. അപ്പം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൽ പരാതി പോയിട്ടുണ്ടാവും. അപ്പം 4 ഓപ്ഷനും ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. 46. താഴെ പറയുന്നവയിൽ ബഹുമുഖ ബുദ്ധി ഘടകങ്ങളിൽ പെടാത്തതേത്? ബഹുമുഖ ഘടകങ്ങളിൽ പെടാത്തതേത്? ഇപ്പൊ എല്ലാം അറിയാമെങ്കിലേ ആൻസർ ചെയ്യാൻ പറ്റൂ. 4 ക്വസ്റ്റ്യൻ കൊണ്ട് പെട്ടതാണ്. ബഹുമുഖ ഘടകങ്ങളിൽ പെടാത്തതേത്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിൽ പറയാത്ത ഒരു കാര്യമുണ്ട് ഇതില്. സംശയമില്ലല്ലോ ആർക്കും? സർഗപരബുദ്ധി. സർഗപരം വെച്ചാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇന്റലിജൻസ്. ക്രിയേറ്റീവ് ഇന്റലിജൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ല, ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഇന്റലിജൻസും ഒന്ന് വായിച്ചിട്ടേ പോകാവൂ നമ്മൾ. 47. സമൂർത്ത ചിന്തന ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സാധനമൊക്കെ പഠിച്ചാലേ പറ്റത്തുള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഏജ് ചോദിക്കുമ്പോൾ. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? ആ പിയാഷയുടെ ഘട്ട സിദ്ധാന്തം ഒക്കെ കൃത്യമായി പഠിച്ചിട്ടേ പോകാവേ എക്സാമിന്. രണ്ട് മിനിറ്റും കൂടെ ഉണ്ട്, 10 മണിക്ക് മുമ്പടിക്കും നിർത്തണം. ഓക്കെ, 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നത്. നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. വൈജ്ഞാനിക വികാസം പിയാഷെ പറയുന്ന സമയത്ത് 4 ഘട്ടങ്ങളുണ്ട്. ഇന്ദ്രിയചാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. സെൻസർ മോട്ടോർ സ്റ്റേജ് 0 മുതൽ 2 വയസ്സ് വരെ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 മുതൽ 11 വരെ. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 11 മുതൽ അങ്ങോട്ട് നമ്പർ പറഞ്ഞിട്ടില്ല, വായിക്കുന്നവരെ എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഈ സാധനം കൃത്യമായി പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഏത് ചോദിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. 48. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ. ശ്രീബുദ്ധൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അഹിംസയുടെ പ്രതിരൂപമായിട്ടാണ്. ആൽപോർട്ടിന്റെ സിദ്ധാന്ത പ്രകാരം ഈ സവിശേഷതയെ വിശേഷിപ്പിക്കാവുന്നത് എന്ത്? ഒരാളിന്റെ സ്വഭാവം, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിന് വിളിക്കുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അറിയാം. കാർഡിനൽ ട്രൈറ്റ് അല്ലെങ്കിൽ മുഖ്യ സവിശേഷകം എന്നാണ് വിളിക്കുക. മുഖ്യ സവിശേഷമാണ് ഒരാളിനെ കാണുമ്പോൾ തന്നെ അയാളുടെ ഒരു സ്വഭാവം കാണും. ചിലർ ദേഷ്യക്കാരാണ്, അല്ലെ ചിലത് വളരെ സ്നേഹമുള്ള ആളാണെന്നുള്ള പ്രധാനപ്പെട്ട ആ സ്വഭാവത്തിനെയാണ് നമ്മൾ മുഖ്യ സവിശേഷകം. നമ്മളല്ല ആൽപോർട്ട് അങ്ങനെ വിളിച്ചത്, കാർഡിനൽ ട്രൈറ്റ് എന്ന് വിളിച്ചത്. അതല്ലാണ്ട് വേറൊന്നും കാണും, വേറെ കുറച്ച് സ്വഭാവങ്ങളും കാണും. അത് നമ്മൾ എന്തെന്ന് വിളിക്കാം? മധ്യമ സവിശേഷകം, സെൻട്രൽ ട്രൈറ്റ്. പിന്നെ സെക്കൻഡറി ട്രൈറ്റ്സും ഉണ്ടാവും. 49. കുട്ടികളിലെ നൈതിക വികാസം സംബന്ധിച്ച് പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? കുട്ടികളിലെ മോറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്. മോറൽ ഡെവലപ്മെന്റ് പറയുമ്പോൾ 2 പേരുടെ തിയറീസാണ് പഠിക്കാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ, ലോറൻസ് കോൾബർഗ് ആണ്. ആ കഥ ഓർമ്മ ഉണ്ടല്ലോ, ഹെയ്ൻസ് ഡിലൈമ എന്ന് പറഞ്ഞൊരു വലിയ കഥയാണ്. ആ കഥ വെച്ചിട്ടാണ് അദ്ദേഹം ഈ മോറൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് പറഞ്ഞത്. ഒരു വലിയ കഥയാണ്, പറയുന്നില്ല കഥ എന്തുവാന്ന്, ഒത്തിരി ഉണ്ടത്. പിന്നെ അത് വെച്ചിട്ട് അദ്ദേഹം സ്റ്റേജുകൾ 3 തിരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു നമ്മൾ, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്. കോൾബർഗ് ആണെന്ന് ഓർത്തിച്ചേക്കാം. അത് നമ്മൾ 50ാമത്തെ ക്വസ്റ്റ്യനിൽ എത്തിയിരിക്കുകയാണ്. ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത് എവിടം തൊട്ട് എവിടം വരെ? ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത്, വളർച്ചയല്ല വികാസമാണ്. അത് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. വളർച്ച വേറെ, വികാസം വേറെയാണ്. ഗ്രോത്തും ഡെവലപ്മെന്റും. ഓക്കെ, ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത് ജനനപൂർവ്വ ഘട്ടം മുതൽ, ജനിച്ച മുതൽ മരണം വരെയാണ്. മരണം വരെ വികാസം സംഭവിക്കാം. വളർച്ചയല്ല, ശാരീരികമായ മാറ്റത്തിനെ നമ്മൾ വളർച്ച എന്ന് വിളിക്കാം. പക്ഷെ വികാസം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വികാസമാണ്. മാനസിക വികാസമുണ്ട്, ആത്മീയമായ വികാസമുണ്ട്. അപ്പൊ മരണക്കിടക്കയിൽ പോലും ഒരാളിന് ആത്മീയ വികാസമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വികാസം സംഭവിക്കുന്നത് മരണം വരെ തുടരും. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. വികാസ തത്വങ്ങൾ പഠിച്ചില്ലേ, അത് തന്നെ. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 50 ക്വസ്റ്റ്യൻ നിങ്ങൾ പേപ്പറിൽ എഴുതില്ല, ഇത് എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിയായി ആൻസർ നോക്കുക. 50 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഏകദേശം 1.5
പിന്നെ കേട്ടിട്ട് മുന്നേ ഫുൾ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിൽ എത്ര എണ്ണം ശരിയായി എന്ന് നോക്കാം. ഇനിയും 4 ദിവസം ബാക്കിയുണ്ട്. അതായത് അത്രയും സമയം നമുക്ക് കിട്ടും. 4 ദിവസം വെച്ചാൽ ചില്ലറ സമയമൊന്നുമല്ല. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും 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 പഠിക്കാം. 48, 46, 42 ഓക്കെ, ഹാപ്പി ആട്ടോ ഞാൻ. എല്ലാ ക്വസ്റ്റ്യനും പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ മെന്റാലിറ്റി നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്നാൽ അവർക്ക് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇടാം. എന്നാലും നമുക്ക് പഠിച്ച ക്വസ്റ്റ്യൻ എന്ത് ചെയ്യരുത്, പോവരുത്. ഓക്കെ, പഠിച്ച് നമുക്ക് എവിടെയോ കേട്ടിട്ടുണ്ട്, എനിക്ക് അറിയാം പക്ഷെ മറന്നുപോയി, അങ്ങനെ ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച ഭാഗങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പോവുക. ഇനി പുതിയതൊന്നും പഠിക്കാനൊന്നും നിൽക്കണ്ട, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോവുക. ഓക്കെ, സംശയം എപ്പോഴും ചോദിക്കാം കേട്ടോ. ഞാൻ സമയത്തിനനുസരിച്ച് റിപ്ലൈ കൊടുക്കാറുണ്ട്. രാത്രി ആയാലും പകലൊന്നും നിങ്ങൾ നോക്കണ്ട, എപ്പോ ആണെങ്കിലും സംശയം ചോദിക്കാം. 49 പറയാം. ഓക്കെ.